എല്ലാവർക്കും നമസ്കാരം. മൈമെന്റർ PSC ആപ്പിൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിവിഷൻ ക്ലാസ് ആണിത്. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ PSC ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിവിധ പരീക്ഷകളിലായിട്ട്. 65 ചോദ്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. ഓരോ ചോദ്യത്തിൻ്റെ കൂടെയും റിലേറ്റഡ് ഫാക്ട്സും കൊടുത്തിട്ടുണ്ട്. കാരണം PSC മിക്കവാറും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല, ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകളിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ചോദ്യത്തിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, പ്രത്യേകിച്ച് LP UP LDC CPO പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് പേര് ക്ലാസ്സിൻ്റെ PDF നോട്ട് ചോദിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. മൈമെന്റർ PSC എന്ന ടെലിഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദി ഫിലിം. എന്താണ് അർത്ഥം? എന്താണ്? ഈ സിനിമയിൽ മിസ്റ്റി ഡാഷ് കഥാപാത്രമാണ് അഭിനയിക്കുന്നത്, അല്ലെ കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡ്യുവൽ, ഡ്യുവൽ, ഡൺ, ഡു. നമുക്കറിയാം ഡ്യുവൽ എന്ന വാക്കിന്റെ അർത്ഥം ഡബിൾ എന്നാണ് അല്ലേ. മിസ്റ്റി എന്ത് കഥാപാത്രത്തെയാണ് അഭിനയിക്കുന്നത്, അവതരിപ്പിക്കുന്നത്? ഡബിൾ റോൾ ആണ് അല്ലെ, ഇരട്ട കഥാപാത്രം. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ. A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഡബിൾ എന്ന മീനിങ് വരുന്ന ഡ്യുവൽ DUAL ആണ് കേട്ടോ. DUAL ആണ് ഡബിൾ എന്ന മീനിങ് വരുന്നത്. ഞാൻ എടുത്തു പറയാൻ കാരണം ഓപ്ഷൻ B നോക്കിക്കഴിഞ്ഞാൽ DUEL ഉണ്ട്. DUEL, ഇവിടെ AL, ഇവിടെ EL. ഈ ഡ്യുവലിൻ്റെ അർത്ഥം ഫൈറ്റ് എന്നാണ് കേട്ടോ. ഫൈറ്റ് ചെയ്യാവും, തർക്കം, വഴക്ക്, അതിനെയാണ് ഈ ഡ്യുവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്ന ക്ലാസ് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ വാക്കുകൾ തന്നെയാണിത്. ആ ക്ലാസ് നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DUAL ആണ് ഡബിൾ. ഇനി ഡണ്ണ്, ഡു അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ A, ഡ്യുവൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Pick out the most suitable word from the options given below. Lily gave up the struggle in dash. ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഈ ഡാഷിൽ വരുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാക്ക് ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സെന്റൻസ്? എന്താണ്? ലിലി ഗേവ് അപ്പ് ദി സ്ട്രഗിൾ ഇൻ ഡാഷ്. ലിലി ഗേവ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ, ഗേവ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗീവ് അപ്പ് എന്ന ഫ്രേസൽ വെർബ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ഒരു ഫ്രേസൽ വെർബായിരുന്നു. ഗിവ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് ആ ഒരു ശ്രമം എന്താണ്, ഇനി കളയുക, ഉപേക്ഷിക്കുക എന്നാണ് മീനിങ്. അപ്പോൾ ലിലി ഗേവ് ദ സ്ട്രഗിൾ ഇൻ ഡാഷ്. ഓപ്ഷൻസ് ഗ്രീവസ് ഉണ്ട്, ഡിലേ ഉണ്ട്, ഡിസ്പെയർ ഉണ്ട്, എക്സ്ക്ലെയിം ഉണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം ഡിസ്പെയർ ആണ് കേട്ടോ. ഡിസ്പെയർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡിസ്പെയറിന്റെ മീനിങ് എന്ന് വെച്ചാൽ നിരാശ. എന്താണ്? ലിലി നിരാശയോടുകൂടി തൻ്റെ സ്ട്രഗിള് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മതിയാക്കി, ആ പോരാട്ടം മതിയാക്കി, നിരാശയോടുകൂടി. അപ്പോൾ ഡിസ്പെയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ബാക്കി വാക്കുകൾ കൂടി, ഓപ്ഷൻസ് തന്നിരിക്കുന്ന ബാക്കി വാക്കുകൾ കൂടി നോക്കാം. എന്താ പറയുന്നത്? ഡിസ്പെയർ നിരാശയാണെന്നറിയാം. ഗ്രീവസ് എന്ന വാക്കുണ്ട്. ഗ്രീവസ് എന്ന് വെച്ചാൽ ദുഃഖകരമായ എന്നാണ് ഗ്രീവസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള അവസ്ഥ, ഗ്രീവസ്. പിന്നെ വരുന്നൊരു വാക്ക് എക്സ്ക്ലെയിം എന്ന വാക്കുണ്ട്. എക്സ്ക്ലെയിമിന്റെ അർത്ഥം ആക്രോശിക്കുക എന്നാണ് മലയാളത്തിലെ മീനിങ്. ആക്രോശിക്കുക എന്താണ്? ഒരു ടു ക്രൈ ഔട്ട് ഓർ സ്പീക്ക് ഇൻ സ്ട്രോങ് ഓർ സഡൻ ഇമോഷൻ. എന്താണ്? വളരെ സഡൻ ആയിട്ടുള്ള ഒരു ഇമോഷനിൽ, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് എന്താണ് സംസാരിക്കുക, അല്ലെങ്കിൽ ആക്രോശിക്കുക, നിലവിളിക്കുക, ഒച്ചയുണ്ടാക്കുക, അതിനെയാണ് എക്സ്ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന വാക്ക് ഡിലേ ആണ്. ഡിലേ നമുക്ക് പ്രത്യേകിച്ച് എടുത്തെഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന വാക്കാണല്ലേ ഡിലേ. എന്താണ്? താമസിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിലേ ആകുക എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ 4 വാക്കുകളുണ്ട് അല്ലേ. കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? അതായത് തെറ്റായ 3 സ്പെല്ലിംഗ് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് വാക്ക്? എന്താ? ലേസിനെസ് ആണ് വാക്ക് അല്ലേ. ലേസിനെസ്. LAZYNESS ഉണ്ട്, LAZYNES ഉണ്ട്, LAZYINESS ഉണ്ട്, LAZINESS ഉണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ലേസിനെസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ D ആണ് കേട്ടോ.
ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള സ്പെല്ലിങ്. LAZINESS. നമുക്ക് ലേസി എന്ന വാക്കറിയാം അല്ലേ? ലേസി എന്ന് വെച്ചാൽ മടിയൻ. ലേസിനെസ് എന്ന് പറഞ്ഞാൽ മടി അല്ലേ? മടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ വൈ മാറ്റി ഐ വരും. ഓക്കെ, ലേസിനെസ് വരുമ്പോൾ ലേസി LAZY ആണ്. വൈ മാറ്റി ഐ വരും ലേസിനെസ് ആകുമ്പോൾ. അങ്ങനെ പഠിച്ചു വയ്ക്കുക. വൈക്ക് പകരം ഐ ആകും. ഇവിടെ വൈയും ഐയും വരുന്നുണ്ട്, അങ്ങനെ വരത്തില്ല. വൈക്ക് പകരം വൈ മാറിയിട്ട് ഐ വരും. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഡി ആണ്, LAZINESS. ഓക്കെ, അടുത്ത വാക്ക് ആന്റണിം ഓഫ് ഡസ്ക്. വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഡസ്ക് എന്ന വാക്കിന്റെ വിപരീത പദം. ആന്റണിം എന്ന് വെച്ചാൽ വിപരീത പദം, ഓപ്പോസിറ്റ് വേർഡ്. ഡസ്കിന്റെ മീനിങ് നമുക്ക് അറിയണ്ടേ? അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പറയണമെങ്കിൽ ഡസ്ക് എന്താണ്? ഡസ്കിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സന്ധ്യ എന്നാണ് കേട്ടോ. സന്ധ്യ, വൈകുന്നേരം, സന്ധ്യ അല്ലേ? സന്ധ്യാനേരം, വൈകുന്നേരം എന്നാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഓപ്ഷൻ സി ആണ്, ഡോൺ. ഡോൺ, പുലർച്ചെ. പുലർച്ചെ, വെളുപ്പാങ്കാലം എന്ന് പറയുന്നത് പുലർച്ചെ. ഡോൺ ആണ് ഡസ്കിന്റെ ഓപ്പോസിറ്റ്. സന്ധ്യയുടെ ഓപ്പോസിറ്റ് പുലർച്ചെ അല്ലെങ്കിൽ പ്രഭാതം അല്ലേ? സന്ധ്യ ഓപ്പോസിറ്റ് പ്രഭാതം. ഡോൺ ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഇതിലേക്ക് എത്താനായിട്ട് വരും. കാരണം ഡെയിലി അല്ലേ? ഡെയിലി വരത്തില്ല, ബെഞ്ച് വരത്തില്ല, ഡേ വരത്തില്ല അല്ലേ? ഇത്രയും വരത്തില്ല. അപ്പോൾ സന്ധ്യ എന്ന വാക്ക്, ഡസ്കിന്റെ അർത്ഥം സന്ധ്യ ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ്? പ്രഭാതം. ഡോൺ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത് നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡർ ആണ് അല്ലേ? ജെൻഡർ നമ്മൾ പഠിച്ചതാണ് അല്ലേ? സ്ത്രീലിംഗവും പുല്ലിംഗവും. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്. ഡ്രേക്ക് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രേക്ക് എന്ന വാക്കിന്റെ. അപ്പോൾ ഡ്രേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രേക്ക് എന്ന വാക്ക് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? ഡ്രേക്ക് എന്ന് പറഞ്ഞാൽ താറാവുണ്ടല്ലോ, താറാവിൻ്റെ എന്താ പുല്ലിംഗമാണ്, മാസ്കുലിൻ ജെൻഡറാണ്. പുല്ലിംഗമാണ് ഡ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫെമിനിൻ ജെൻഡർ എന്താണ്? സ്ത്രീലിംഗം എന്താണ്? ഡക്കാണ്. ഡക്ക്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്. ഡ്രേക്ക് എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, മാസ്കുലിൻ ജെൻഡറാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ എന്ന് പറയുന്നത് ഫെമിനിൻ. ഫെമിനിൻ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഡക്ക്. 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 ഡക്ക് സ്ത്രീലിംഗവും ഡ്രേക്ക് പുല്ലിംഗവുമാണ് കേട്ടോ. പുല്ലിംഗവുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി വാക്കുകൾ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ബാക്കി വാക്കുകളുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവിടെ ജാക്ക്, ജെനി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ജാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ സി ഡോങ്കി ആണല്ലേ? ഈ ഡോങ്കിയുടെ മാസ്കുലിൻ ജെൻഡർ ആണ്, പുല്ലിംഗമാണ് ജാക്ക് എന്ന് പറയുന്നത്. ഈ ഡോങ്കിയുടെ പുല്ലിംഗമാണ് ജാക്ക്. ഡോങ്കിയുടെ, കഴുതയുടെ സ്ത്രീലിംഗമാണ് ജെനി. ഓക്കെ, അപ്പോൾ കഴുത, ഡോങ്കിയുടെ പുല്ലിംഗം ജാക്കും, സ്ത്രീലിംഗം ജെന്നി. ഇനി അടുത്തത് ബക്ക്, ഡോ. നമുക്ക് ഓപ്ഷൻ എയിൽ ഡോ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡോ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോ എന്ന വാക്ക് ബക്ക് എന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണ്, ഫെമിനിൻ ജെൻഡറാണ്. അപ്പോൾ എന്താണ് ബക്കും ഡോയും? ബക്കും ഡോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുയൽ, മാന്, കങ്കാരു പോലുള്ള മൃഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ പുല്ലിംഗത്തെയാണ്, മാസ്കുലിൻ ജെൻഡറിനെയാണ് ബക്ക് എന്ന് പറയുന്നത്. സ്ത്രീലിംഗത്തെ ഡോ എന്ന് പറയും. ഓക്കെ, അടുത്തത് കോക്ക്, ഹെന്ന്. അഡീഷണലി കൊടുത്തിരിക്കുന്നതാണ് കോക്ക്, ഹെന്ന്. നമുക്കറിയാം ഹെന്ന കോഴിയാണ്. പൂവൻ കോഴിയെ കോക്ക് എന്നാണ് പറയുന്നത്, മാസ്കുലിൻ ജെൻഡർ. കോഴിയുടെ പുല്ലിംഗത്തെ കോക്ക് എന്ന് പറയും, മാസ്കുലിൻ ജെൻഡറിനെ കോക്ക് എന്ന് പറയും. ഹെന്നെന്ന് വെച്ചാൽ പിടക്കോഴിയാണ് കേട്ടോ. പൂവൻ കോഴി കോക്കും, ഹെന്ന് പിടക്കോഴിയും. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഡാഷ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. നോവലിൻ്റെ ഡാഷ് ഭാഗം, പാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ത് പാർട്ടാണ്? നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. നമുക്ക് ആദ്യം ഓപ്ഷൻസിൻ്റെ മീനിങ് നോക്കാം, ഓരോ ഓപ്ഷൻ്റെയും. ഇവിടെ ലാറ്റർ കൊടുത്തിട്ടുണ്ട്, ലേച്ചർ കൊടുത്തിട്ടുണ്ട്, ലേറ്റൻ്റ് കൊടുത്തിട്ടുണ്ട്, ലേറ്റസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ലാറ്റർ? ലാറ്റർ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമത് വരുന്നത് അല്ലെ? രണ്ടാമത് പറഞ്ഞത് എന്നാണ് അർത്ഥം. ഇപ്പോൾ ദിസ് ഈസ് രാജു ആൻഡ് രാമു, ലാറ്റർ ഈസ് മൈ കസിൻ. എന്താണ്? ഇത് രാജുവും രാമും, രണ്ടാമത്തെ ആൾ എൻ്റെ കസിനാണ് എന്ന് പറയത്തില്ലേ? അപ്പോൾ ലാറ്റർ എന്ന് വെച്ചാൽ രണ്ടാമത്തെ എന്ന് പറയാം. ഇനി ലേറ്റർ എന്ന് വെച്ചാൽ പിന്നീട് അല്ലേ? ലേറ്റർ എന്ന് വെച്ചാൽ പിന്നീട് എന്നാണ് അർത്ഥം വരുന്നത്. ലേറ്റൻ്റ് എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്ന എന്നാണ് മീനിങ്. ലേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന, ലേറ്റൻ്റ് എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്നത്. ലേറ്റസ്റ്റ് നമുക്കറിയാം എന്താണ്? ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള, മോഡേൺ ആയിട്ടുള്ള, ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലേ? ലേറ്റസ്റ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാക്ക് ഏതാണ്? ലാറ്റർ ആണ് അല്ലേ? ലാറ്റർ, രണ്ടാമത്തെ. നോവലിൻ്റെ രണ്ടാമത്തെ പാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ.
ഞാൻ മറ്റു വാക്കുകളും കൂടെ ഇട്ടിട്ടുണ്ട്. ലേറ്റർ എന്ന് വെച്ചാൽ പിന്നീട് സംഭവിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂവസ്റ്റ് അല്ലേ, റീസെൻ്റ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള. ലേറ്റൻറ്റ് എക്സിസ്റ്റിംഗ് ഇൻ ഹിഡൻ ഓർ ഡോർമെൻറ്റ് ഫോം. എന്താണ്? ഒളിഞ്ഞിരിക്കുന്ന അല്ലേ, പതുങ്ങിയിരിക്കുന്ന അല്ലെ ഒളിഞ്ഞിരിക്കുന്ന, ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. അതാണ് ലേറ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്കുകൂടെ ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO ഈസ്. ദി എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO ഈസ്. CEO എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ, ഓരോ കമ്പനിയുടെ CEO എന്ന് പറയാറുണ്ട്. CEOയുടെ എക്സ്പാൻഡഡ് ഫോം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇവിടെ നമുക്ക് ചീഫ് എംപ്ലോയി ഓഫീസറുണ്ട്, ചീഫ് എംപ്ലോയ്മെൻറ്റ് ഓഫീസറുണ്ട്, ചീഫ് എംപ്ലോയർ ഓഫ് ദി ഓർഗനൈസേഷൻ, അങ്ങനെയൊക്കെ ഉണ്ട്. എക്സിക്യൂട്ടീവ് ആണ് CEOയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സിക്യൂട്ടീവ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ ആ വാക്ക് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. പലർക്കും അറിയാവുന്നതാണ്, പക്ഷേ PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തിട്ടിരിക്കുന്നത്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദി റോങ്ലി സ്പെൽറ്റ് വേർഡ്. പിക്ക് ഔട്ട് ദി റോങ്ലി സ്പെൽറ്റ് വേർഡ്. തെറ്റായിട്ട് സ്പെല്ല് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വാക്ക് കണ്ടുപിടിക്കുക. 4 ഓപ്ഷനിൽ നിന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വാക്ക് കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം. ഓൺട്രപ്രൂണർ. ഓൺട്രപ്രൂണർ എന്ന് പറഞ്ഞാൽ എന്താ? സംരംഭകൻ അല്ലേ, സംരംഭകൻ. ഓൺട്രപ്രൂണർ ENTREPRENEUR ശരിയാണ്. നമ്മളിപ്പോൾ എൻ്റർപ്രൂണർ എന്ന് പറയാറുണ്ട്, അത് പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് ഓൺട്രപ്രൂണർ എന്നാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റാണ്. അടുത്ത ഹൈജീൻ, വൃത്തി, HYGIENE, അതും കറക്റ്റാണ്. അസസ്, വിലയിരുത്തുക, അതും കറക്റ്റാണ്. ഇവിടെ ഡെലിഗേറ്റിൻ്റെ വാക്ക് തെറ്റാണ്. DELIGATE എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ I അല്ല, E ആണ് അവിടെയും വരുന്നത്. ശരിയായിട്ടുള്ള സ്പെല്ലിങ് DELEGATE. ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിനിധി ആണല്ലേ, പ്രതിനിധി എന്നാണ് അർത്ഥം. നമ്മൾ ഡെലിഗേറ്റുകൾ എന്ന് പറയത്തില്ല. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ ഒരുപാട് ഡെലിഗേറ്റുകൾ ഉണ്ടെന്ന് പറയും. ID കാർഡൊക്കെ വെച്ചുകൊണ്ട് നിൽക്കും അല്ലേ, തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിനിധി. എല്ലാം E തന്നെയാണ് കേട്ടോ, I ഇല്ല. ഇവിടെ DELI എന്ന് കൊടുത്തുകൊണ്ടാണ് ഇത് തെറ്റാവുന്നത്. DELE തന്നെയാണ്, ഡെലിഗേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹി ഈസ് കോൾഡ് ആൻ ഡാഷ് പേഴ്സൺ. എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ പറ്റില്ലെങ്കിൽ, തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എന്താണ് വിളിക്കുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇമ്മോർട്ടൽ, ഇൻവിൻസിബിൾ, ഇൻഇമിറ്റബിൾ, ഇൻഫാലിബിൾ. അയാളെ വിളിക്കുന്നത് ഇൻവിൻസിബിൾ എന്നാണ്. ഇൻവിൻസിബിൾ എന്താ? അജയ്യൻ, തോൽപ്പിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തോൽവി അറിയാത്ത, തോൽപ്പിക്കാൻ കഴിയാത്ത, എപ്പോഴും ജയിക്കുന്ന വ്യക്തി. ഇൻവിൻസിബിൾ, അയാളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇൻവിൻസിബിൾ ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹി ഈസ് കോൾഡ് ആൻ ഇൻവിൻസിബിൾ പേഴ്സൺ. ഇൻവിൻസിബിൾ പേഴ്സൺ, അജയ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി വാക്കുകൾ നോക്കാം അല്ലേ. ഇമ്മോർട്ടൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ലിവിങ് ഫോർ എവർ, അനശ്വരൻ, എന്താ? മരണമില്ലാത്ത വ്യക്തി. അതാണ് ഇമ്മോർട്ടൽ എന്ന് പറയുന്നത്. മോർട്ടാലിറ്റി എന്ന് നമ്മൾ കേട്ടില്ലേ അല്ലേ, മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ മരണനിരക്ക് എന്നാണ് അല്ലേ. അപ്പോൾ ഇമ്മോർട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? മരണമില്ലാത്ത, അനശ്വരൻ. അടുത്ത ഇൻഇമിറ്റബിൾ. ഇൻഇമിറ്റബിളിൻ്റെ മീനിങ് സംതിങ് ദാറ്റ് കനോട്ട് ബി ഇമിറ്റേറ്റഡ്. നമുക്കറിയാം ഇമിറ്റേറ്റ് ചെയ്യുക വെച്ചാൽ എന്താ? അനുകരിക്കുക അല്ലേ. ഇപ്പോൾ മിമിക്രിക്കാരൊക്കെ അനുകരിക്കാറില്ലേ, ഇമിറ്റേറ്റ് ചെയ്യാറില്ലേ. അപ്പോൾ ഇൻഇമിറ്റബിൾ എന്ന് വെച്ചാൽ അനുകരിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇൻഇമിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനുകരിക്കാൻ പറ്റാത്തത്. അടുത്തത് ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തത് എന്നാണ് മീനിങ്. ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വാക്കുകൾ കൂടെ പഠിച്ചു, ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ലേസി? ലേസി എന്ന വാക്ക് അല്ലേ, മടിയൻ എന്ന വാക്കിൻ്റെ പര്യായ പദം അല്ലാത്ത വാക്ക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലേസി എന്ന വാക്ക് സിനോണിമാണ്. സിനോണിം എന്ന് വെച്ചാൽ പര്യായം. പക്ഷെ നോട്ട് എ സിനോണിം, പര്യായ പദം അല്ലാത്ത വാക്ക്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, പര്യായ പദം എഴുതരുത്, പര്യായ പദം അല്ലാത്ത. ഇൻഡോളന്റ്, ഇൻസെസന്റ്, സ്ലോത്ത്ഫുൾ, ഐഡിൽ. ഇവിടെ നിങ്ങൾക്കറിയാമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, മടി എന്ന വാക്കിൻ്റെ പര്യായം ആയി വരാത്ത വാക്ക് ഏതാണ്? അത് ഓപ്ഷൻ B ആണ്, ഇൻസെസന്റ് ആണ് കേട്ടോ. ബാക്കി ഇൻഡോളൻറ്റും സ്ലോത്ത്ഫുള്ളും ഐഡിലും ഒക്കെ തന്നെ മടി എന്ന വാക്കിൻ്റെ പര്യായമായിട്ട് വരുന്നതാണ്.
ഇപ്പോൾ ഇൻഡോളൻ്റ് എന്ന് വെച്ചാൽ ഉദാസീനത എന്ന് പറയും. സ്ലോത്ത്ഫുൾ എന്ന് വെച്ചാൽ മടി തന്നെയാണ്. ഐഡിൽ എന്ന് വെച്ചാൽ എന്താ, പ്രവൃത്തിയൊന്നും ചെയ്യാതെ വെറുതെ പ്രവർത്തനരഹിതമായിരിക്കുക, ഐഡിയലായിട്ടിരിക്കുക, ഒന്നും ജോലിയൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ ലേസി എന്ന വാക്ക്, മടി എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ്, സിനോണിംസ് ആണ്. അതല്ലാതെ വരുന്നത് ഇൻസെസൻ്റ് ആണ്. ഇൻസെസൻ്റെ മീനിങ് എന്താണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിരന്തരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുക. അതിനെയാണ് ഇൻസെസൻറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻസെസൻ്റ് ആണ് ലേസിയുടെ, മടിയുടെ പര്യായ പദം അല്ലാതെ വരുന്നത്. കാരണം നിരന്തരം പൊക്കോണ്ടിരിക്കുന്നതിനെ മടി എന്ന് പറയത്തില്ലല്ലോ അല്ലേ. ഓക്കെ, അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വളർത്തു നായയെ അവനില്ലാത്ത സമയത്ത് നോക്കും, അല്ലേ? അവൻ പുറത്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൂരേക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വളർത്തു നായയെ നോക്കും, പരിപാലിക്കും എന്ന വാക്കാണ് ആ ഡാഷിൽ വരേണ്ടത്. നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ലുക്ക് ത്രൂ ഉണ്ട്, ലുക്ക് അറൗണ്ട് ഉണ്ട്, ലുക്ക് ആഫ്റ്റർ ഉണ്ട്, ലുക്ക് അഹെഡ് ഉണ്ട്. നമ്മൾ ഫ്രേസൽ വെർബിൽ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാവുന്നൊരു വാക്ക് കൂടിയാണ്. ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് കെയർ ഓഫ്, പരിപാലിക്കുക, നോക്കുക, അല്ലേ? പരിചരിക്കുക എന്നാണ് ലുക്ക് ആഫ്റ്റർ എന്ന ഫ്രേസൽ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ ലുക്ക് ആഫ്റ്റർ മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. ലുക്ക് ആഫ്റ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫ്രേസൽ വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള വാക്കുകളുടെ മീനിങ് കൂടെ നോക്കാം. ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ടു എക്സാമിൻ ഓർ റീഡ് സംതിങ് ക്വിക്ക്ലി. എന്തെങ്കിലും വളരെ പെട്ടെന്ന് വായിക്കുകയോ അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ലുക്ക് ത്രൂ എന്ന് പറയുന്നത്. ലുക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്ലോർ എ പ്ലേസ്. ലുക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ചുറ്റി നടന്ന് കാണുക, അല്ലെ? ഒരു സ്ഥലത്തെത്തിയിട്ട് വിസിറ്റ് ചെയ്ത് അവിടെയൊക്കെ ചുറ്റി കിടന്ന് കാണുക. അതിനെയാണ് ലുക്ക് റൗണ്ട് എന്ന് പറയുന്നത്. ലുക്ക് എഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എഹെഡ് എന്ന് വെച്ചാൽ മുമ്പിലുള്ളത്, അല്ലേ? എഹെഡ് എന്ന് വെച്ചാൽ ടു തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ, ഭാവിയെപ്പറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ ഭാവിയെപ്പറ്റി ഓർക്കുക. അതിനെയാണ് ലുക്ക് എഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലുക്ക് ത്രൂ ഉണ്ട്, ലുക്ക് റൗണ്ട് ഉണ്ട്, ലുക്ക് എഹെഡ് ഉണ്ട്. ഈ 3 ഫ്രേസൽ വെർബും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് അടുത്തതിലേക്ക് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ കിങ്സ് എൽഡസ്റ്റ് സൺ ഈസ് ദി ഡാഷ് ടു ദി ത്രോൺ. രാജാവിൻ്റെ ഏറ്റവും മൂത്ത മകൻ, അല്ലേ? എൽഡസ്റ്റ് സൺ ആണ്, ഏറ്റവും മൂത്ത മകനാണ് സിംഹാസനത്തിൻ്റെ ഡാഷ്. അവകാശി എന്ന മീനിങ് ആണ് വരുന്നത്, അല്ലേ? സിംഹാസനത്തിൻ്റെ അവകാശി, കിരീടാവകാശി എന്ന മീനിങ് വരുന്ന വാക്ക് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തണം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്? ഓപ്ഷൻ എ ആണ്, ഹെയർ. HEIR. HEIR എന്ന വാക്ക്, ഹെയർ ആണ് കിരീടാവകാശി അല്ലെങ്കിൽ അനന്തരാവകാശി, അവകാശി എന്ന വാക്ക് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. പക്ഷേ ഇവിടെ ഓപ്ഷൻ ബി എടുത്താൽ ഹെയർ ആണ്, അല്ലേ? HARE ആണ്, അത് തെറ്റാണ്. ഹയർ ഉണ്ട്, അതും തെറ്റാണ്. പിന്നെ ഹെയർ ഉണ്ട്, മുടി, അല്ലേ? അപ്പോൾ കൃത്യമായിട്ടുള്ള വാക്ക് HEIR ആണ്. അപ്പോൾ ഇതും കൺഫ്യൂസിങ് വേർഡ്സിൽ നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെയാണ് കേട്ടോ. ആ ക്ലാസ് നിങ്ങൾ എന്തായാലും അപ്പോൾ കാണുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വാക്കുകളൊന്ന് നോക്കാം. ഈ HARE ഹെയർ അതിൻ്റെ അർത്ഥം ഒന്ന് ടു റൺ ഓർ ഗോ വെരി ക്വിക്ക്ലി, വളരെ പെട്ടെന്ന് ഓടുക, നടക്കുക എന്ന ഒരു പ്രവൃത്തിയെ അതിനെ ഹെയർ എന്ന് പറയാറുണ്ട്. HARE. ഇനി നൗണിൽ വരുവാണെങ്കിൽ റാബിറ്റ്, മുയൽ എന്ന അർത്ഥവും കൂടി വരുന്നുണ്ട്. ആ നാമത്തിൽ പറയുവാണെങ്കിൽ. ഇനി ഹയർ, HIRE നമുക്കറിയാം. ഹയർ എന്ന് വെച്ചാൽ കൂലിക്കെടുക്കുക, അല്ലേ? ഹയർ എ ടാക്സി, ഹയർ ആൻ ഓട്ടോ എന്നൊക്കെ പറയത്തില്ലേ? ഒരു ടാക്സി വിളിക്കുക. ടു പേ ഓർ യൂസ് സംതിങ് ഫോർ എ ഷോർട്ട് പീരീഡ്, കുറച്ച് സമയത്തേക്ക് ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങുക. ഹയർ എ ടാക്സി എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ്. ചാരിറ്റബിൾ വർക്ക്സിൽ, ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയെ എന്ത് വിളിക്കും? എന്ത് വാക്കാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്? ഓക്കെ, ആന്ത്രോപോളജിസ്റ്റ് ഉണ്ട്, ഫിലാന്ത്രോപ്പിസ്റ്റ് ഉണ്ട്, ഫിലോസഫർ ഉണ്ട്, ആംബിഡെക്സ്റ്റർ ഉണ്ട്. ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചാരിറ്റബിൾ വർക്കൊക്കെ ചെയ്യുന്ന ആളെ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ,
അങ്ങനെയാണ് നമുക്ക് ബാക്കി വാക്കുകൾ, പുതിയ 1-2 വാക്കുകൾ കൂടെ ഉണ്ടല്ലേ. ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പീപ്പിൾ ദാറ്റ് പ്രാക്ടീസ് ആന്ത്രോപോളജി, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീങ്സ്. എന്താ? ആന്ത്രോപോളജി പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ. ആന്ത്രോപോളജി എന്ന് വെച്ചാൽ എന്താണ്? നരവംശ ശാസ്ത്രം, മനുഷ്യരെ പറ്റി പഠിക്കുക, നരവംശത്തെ പറ്റി പഠിക്കുക, നരവംശ ശാസ്ത്രം. അപ്പോൾ ആന്ത്രോപോളജിസ്റ്റ് എന്ന് വെച്ചാൽ നരവംശ ശാസ്ത്രജ്ഞൻ, അതാണ് അതിൻ്റെ മീനിങ്. ഇനി ആംബിഡെക്സ്റ്റർ എന്ന വാക്കുണ്ടല്ലേ. ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞാൽ സമൺ ഹു ക്യാൻ യൂസ് എയ്തർ ഹാൻഡ് ടു ഡു എ ടാസ്ക്. ഒരു ജോലി ചെയ്യാനായിട്ട് 2 കൈയും ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 2 കൈയും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ചിലർ എന്താണ് വലങ്കൈയരായിരിക്കും, ചിലർ ഇടങ്കൈയരായിരിക്കും. അപ്പോൾ 2 കൈ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് എന്താണ് ആംബിഡെക്സ്ട്രസ് എന്ന് പറയുന്ന ആ കഴിവിനെയാണ്. ഓക്കെ, അടുത്ത ഫിലോസഫർ നമുക്കറിയാം അല്ലേ. ഫിലോസഫി പ്രാക്ടീസ് ചെയ്യുന്ന ആൾ, പേഴ്സൺ ഹു സ്റ്റഡീസ് ഓർ റൈറ്റ്സ് അബൌട്ട് ഫിലോസഫി. തത്വചിന്തകൻ അല്ലേ, തത്വചിന്തകൻ, അതാണ് ഫിലോസഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 വാക്കുകൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്തയിലേക്ക് പോകാം. സിനോണിം ഓഫ് വേർഡ് ബിട്രേ. ബിട്രേ എന്ന വാക്കിൻ്റെ പര്യായ പദം താഴെ തന്നിരിക്കുന്ന 4 വാക്കുകളിൽ നിന്ന് കണ്ടെത്തുക. ബിട്രേ എന്ന വാക്ക് എന്താ? വഞ്ചിക്കുക അല്ലേ, വഞ്ചിക്കുക, പറ്റിക്കുക എന്നാണ് ബിട്രേ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പര്യായ പദം, അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് ഏതാണെന്ന് നോക്കാം. എ സീസ് ഉണ്ട്, ബി റെക്ടിഫൈ ഉണ്ട്, സി ഡിസീവ് ഉണ്ട്, ഡി അഡ്മിറ്റ് ഉണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പറഞ്ഞേ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? സി ആണ്, ഡിസീവ്, പറ്റിക്കുക. ഡിസീവ് എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുക, പറ്റിക്കുക, വഞ്ചിക്കുക എന്ന മീനിങ് തന്നെയാണ്. അപ്പോൾ ബിട്രയുടെ പര്യായ പദം ഡിസീവ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബാക്കി വാക്കുകളൊന്ന് നോക്കാം. ആദ്യം സീസ് തന്നിട്ടുണ്ടല്ലേ, സീസ്, SEIZE, സീസ്. അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാപ്ചർ. സീസ് ചെയ്യുക, പിടിക്കുക, ക്യാപ്ചർ ചെയ്യുക, പിടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റംസുകാരൊക്കെ 100 കിലോ സ്വർണം പിടിച്ചു, സീസ് ചെയ്തു എന്ന് പറയത്തില്ലേ, എന്താണ്? പിടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വാക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു വാക്കുകൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, വേറൊരു സീസ് കൂടെ ഉണ്ട്. കൺഫ്യൂസിങ് വേർഡ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് CEASE. ഇതും എന്താണ്? സീസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. ടു സ്റ്റോപ്പ്, നിർത്തുക എന്നാണ്. സീസ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താ? വെടി നിർത്തൽ അല്ലേ, വെടി നിർത്തുക. യുദ്ധമൊക്കെ നടക്കുമ്പോൾ സീസ് ഫയർ എന്താണ്? പ്രഖ്യാപിച്ചു എന്ന് പറയാം അല്ലേ, വെടി നിർത്തൽ, പ്രഖ്യാപനം. അപ്പോൾ ഈ സീസ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ്, ഈ സീസാണ് ക്യാപ്ചർ ചെയ്യുക, പിടിച്ചെടുക്കുക, SEIZE. അപ്പോൾ അടുത്ത റെക്ടിഫൈ എന്നാണ്. റെക്ടിഫൈ എന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യുക, എന്താണ്? കറക്റ്റ് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക അല്ലേ, ആ മിസ്റ്റേക്ക് ഞാൻ റെക്ടിഫൈ ചെയ്തു, കറക്റ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എഗ്രി, എന്താണ്? സമ്മതിച്ചു കൊടുക്കുക, അഡ്മിറ്റ് ചെയ്യുക. പ്രവേശിക്കുമെന്ന കടത്തി വിടുക എന്നുള്ള മീനിങ് കൂടിയുണ്ട്, എന്താണ്? സമ്മതിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയും വാക്കുകളും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഇഡിയമാണ് കേട്ടോ, ഇഡിയം. ഇഡിയംസ് നമ്മൾ പഠിച്ചതാണ്, 100 ഇഡിയംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക. കണ്ടില്ലെങ്കിൽ 100 ഇഡിയംസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയും അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. സ്പിൽറ്റ് മിൽക്ക് എന്ന് വെച്ചാൽ സ്പില്ല് ചെയ്ത പാൽ അല്ലേ, പുറത്ത് കളഞ്ഞു പോയ പാൽ. നമുക്കറിയാം, നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് അതെന്താണ്? തിളച്ച് പൊങ്ങി പുറത്ത് പോകാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം പുറത്ത് പോവും അല്ലേ, കളഞ്ഞു പോവും. അപ്പോൾ പുറത്ത് പോയതിന് ശേഷം അതിനെപ്പറ്റി ആലോചിച്ച് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ? ടു ക്രൈ ഓവർ, എന്താ? കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ, കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ആലോചിച്ച് എന്താണ്? കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അതിനെപ്പറ്റി ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ആ മീനിങ് തന്നെയാണ് ഈ ഇഡിയത്തിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ മീനിങ് വരുന്ന സെൻസ് ചെയ്താൽ നോക്കാം. ടു സോൾവ് 2 പ്രോബ്ലംസ് അറ്റ് വൺസ്. ഒരേ സമയം 2 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുക. തെറ്റ് അല്ലേ, തെറ്റാണ്. ടു ഡു സംതിങ് ബാഡ്ലി ഓർ ചീപ്ലി, എന്താണ്? വളരെ ചീപ്പായിട്ട്, മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുക, തെറ്റ്, അതും തെറ്റാണ്. ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ഗുഡ് സിറ്റുവേഷൻ, ഒരു നല്ല സന്ദർഭത്തെ മുതലെടുക്കുക, അതും തെറ്റാണ്. ടു ഫീൽ സോറി ഓർ സാഡ് അബൌട്ട് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻ, ഇതാണ് കറക്റ്റ് അല്ലേ. നേരത്തെ സംഭവിച്ച, ഓൾറെഡി ഹാപ്പൻഡ്, നേരത്തെ സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുക, അതാണ് കറക്റ്റ് ആൻസർ. ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇതേ മീനിങ് വരുന്ന മറ്റൊരു ഇഡിയം കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ 100 ഇഡിയംസ് പഠിച്ചപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു ഇഡിയമാണ് എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന ഇഡിയത്തിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ് കേട്ടോ. ബീയിങ് അപ്സെറ്റ് ഓർ സംതിങ് ദാറ്റ്
ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ്. എന്താണ് പാസ്റ്റിൽ, കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ നേരത്തെ സംഭവിച്ച എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുക, അപ്സെറ്റ് ആയിട്ടിരിക്കുക അല്ലേ. എന്താണ് സിമിലർ ആയിട്ടുള്ള മീനിങ് ആണ് ഈ രണ്ട് ഇഡിയംസിനും വരുന്നത്. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. അപ്പോൾ ഇത് പഠിക്കാനായിട്ടുള്ള ട്രിക്കൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നിങ്ങൾ വിശദമായിട്ട് കാണുക. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് ദ പ്രിഫിക്സ് എക്സ്ട്രാ മീൻ ഇൻ ദി വേർഡ് എക്സ്ട്രാ ഓർഡിനറി? എക്സ്ട്രാ ഓർഡിനറി എന്ന വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രിഫിക്സ് എക്സ്ട്രാ അല്ലേ. പ്രിഫിക്സ് അറിയാം നമുക്ക്. ഒരു വാക്കിന് മുമ്പ് ഉപയോഗിക്കുന്നതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്, വാക്കിന് ശേഷം ഉപയോഗിക്കുന്നത് സഫിക്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ എക്സ്ട്രാ എന്ന പ്രിഫിക്സ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ്ട്രാ ഓർഡിനറി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അസാധാരണമായിട്ടുള്ള അല്ലേ. അസാധാരണം. എഗെയിൻസ്റ്റ് ആണോ? അല്ല. എതിരായിട്ട് അല്ല. സിമിലർ സാമ്യം അല്ല. ഓപ്പോസിറ്റ് വിപരീതം അല്ല. ബിയോണ്ട് അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബിയോണ്ട് അതീതമായിട്ടുള്ള, അതിനും അപ്പുറം അല്ലെ, അസാധാരണം എന്ന് പറയുന്നത്. അപ്പോൾ ബിയോണ്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ഡി. അടുത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഫോർ സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്ന വാക്കിൻ്റെ ശരിയായിട്ടുള്ള പ്ലൂറൽ ഫോം, ബഹുവചനം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ബഹുവചനങ്ങൾ പഠിച്ചപ്പോൾ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സിംഗുലർ ഫോമിനെ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റാനായിട്ട് കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പഠിച്ചതാണ്, ഒരു നൗണിൻ്റെ അവസാനം US ആണ് വരുന്നതെങ്കിൽ, ഒരു നാമം, ഒരു വാക്ക് US-ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെ പ്ലൂറൽ ആക്കാനായിട്ട് US-ന് പകരം I കൊടുക്കുക അല്ലേ. US മാറ്റിയിട്ട് I ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിമുലസിൻ്റെ പ്ലൂറൽ എന്തായിരിക്കും? സ്റ്റിമുലൈ ആയിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റിമുലൈ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്റ്റിമുലൈ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരുന്ന മറ്റ് കുറച്ച് വാക്കുകളൊക്കെ ഏതൊക്കെയാണ്? ഇപ്പോൾ സിലബസ് അല്ലേ. സിലബസ് എന്ന വാക്ക് നമുക്കറിയാം, സിലബസ്. അപ്പോൾ സിലബസ് എന്ന വാക്ക്, അപ്പോൾ ഇവിടെ എന്താണ്? അവസാനം US ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ എന്തായിരിക്കും? സിലബൈ. US മാറ്റിയിട്ട് I ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫംഗസ് എന്ന വാക്കുണ്ട്, ഫംഗസ്. ഇവിടെ അവസാനം US ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് I ഇട്ട് കൊടുക്കുക. US മാറ്റിയിട്ട് ഫംഗൈ എന്ന് ആകും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? സിലബസും ഫംഗസും ഒക്കെ എന്താണ്? സിംഗുലർ ആണ്. അതിൻ്റെ പ്ലൂറൽ ആക്കാനായിട്ട് US മാറ്റിയിട്ട് I ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെയാണ് സ്റ്റിമുലസ് എന്ന വാക്കിൻ്റെ US മാറ്റി I ഇട്ട് കൊടുത്താൽ അതിൻ്റെ പ്ലൂറൽ കിട്ടും. ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദ സിനണിം ഓഫ് സോർ? സോർ എന്ന വാക്ക്, SOAR എന്ന വാക്കിൻ്റെ സിനണിം എന്താണ്? പര്യായ പദം എന്താണ്? അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പദം. അപ്പോൾ നമുക്ക് സോർ എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണമല്ലോ. സോർ എന്ന വാക്കിൻ്റെ അർത്ഥം ഉയരുക എന്നാണ്. ഉയരുക. അപ്പോൾ ഉയരുക എന്ന വാക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നത് ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡിസെൻഡ് താഴേക്ക് ഇറങ്ങുക എന്നാണ് അല്ലേ. ഫ്ലൈറ്റ് ഡിസെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലൈറ്റ് താഴേക്ക് ഇറങ്ങുക. ഇൻക്രീസ് കൂടുക എന്നത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഡിക്രീസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കുറയുകയാണ്. അസെൻഡ് കയറുക, മുകളിലേക്ക് പോവുക. ഓക്കെ. അപ്പോൾ അസെൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്, അല്ലെങ്കിൽ സോറിൻ്റെ ശരിയായിട്ടുള്ള പര്യായ പദം എന്താണ്? അസെൻഡ് ആണ്. അസെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ കയറുക, മുകളിലേക്ക് പോവുക. സോറിൻ്റെ അർത്ഥവും അത് തന്നെയാണ്, ഉയരുക എന്നാണ് സോറിൻ്റെ അർത്ഥവും. ഓക്കെ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി വേർഡ് അപ്പാർത്തൈഡ്. അപ്പാർത്തൈഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടെത്തുക. അപ്പാർത്തൈഡ് എന്ന വാക്ക് പുതിയൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വർണ്ണ വിവേചനം എന്നാണ് കേട്ടോ. വർണ്ണ വിവേചനം. അപ്പോൾ വിവേചനമാണ് അല്ലേ. വിവേചനം, വിഭജിക്കുക അല്ലേ. ഭിന്നത എന്ന മീനിങ് ആണ് അവിടെ വരുന്നത്. നമുക്ക് നോക്കാം ആ മീനിങ് വരുന്ന വാക്കുകൾ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ ലോൺലിനെസ്, ഏകാന്തത അല്ലേ. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തത, അതല്ല. ഹാപ്പിനെസ്, സന്തോഷമല്ല. അസോസിയേഷൻ അല്ലേ, ഒത്തുചേരൽ അല്ലെങ്കിൽ ഒരുമിച്ച്, അതല്ല. സെപ്പറേറ്റ്നെസ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. എന്താണ്? സെപ്പറേറ്റ്നെസ്, എന്താണ്? ഭിന്നത അല്ലെങ്കിൽ സെപ്പറേറ്റ് അല്ലേ, സെപ്പറേറ്റ് ആവുക. അപ്പോൾ അതാണ് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അപ്പാർത്തൈഡിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മീനിങ് സെപ്പറേറ്റ്നെസ് ആണ്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ മാസ്കുലിൻ ജെൻഡർ ഓഫ് ഡച്ചസ്? ഡച്ചസ് എന്ന വാക്കിൻ്റെ മാസ്കുലിൻ ജെൻഡർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡച്ചസ് എന്ന വാക്കിൻ്റെ മാസ്കുലിൻ ജെൻഡർ എന്താണ്? ഡച്ചസ് എന്ന വാക്കിൻ്റെ പുല്ലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡച്ചസ് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് അല്ലേ, ഫെമിനിൻ ജെൻഡറാണ്. അതിൻ്റെ പുല്ലിംഗം ഡ്യൂക്കാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡ്യൂക്ക്. നമുക്കത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് അല്ലേ. DU ഉണ്ട്, ഇവിടെയും DU ഉണ്ട്. ഡിയിലാണ് രണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്യൂ അല്ലേ, ഡ്യൂക്ക്, ഡച്ചസ്. ഓക്കെ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പിന്നെ
ഗവർണർ, വൈസ്രോയ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഡച്ചസ് ഉൾപ്പെടെ ഈ 4 ഓപ്ഷൻ എല്ലാം തന്നെ ഇപ്പോൾ ബ്രിട്ടീഷ് രാജവംശത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ പല പദവികൾ വഹിച്ചിരുന്ന ആൾക്കാർക്ക് കൊടുത്തിരുന്ന പേരുകളാണ്, അല്ലെങ്കിൽ സ്ഥാന പേരുകളാണ് ഇതൊക്കെ. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഡച്ചസിൻ്റെ പുല്ലിംഗം ഡ്യൂക്കാണ്. തിരിച്ച് പറയുകയാണെങ്കിൽ ഡ്യൂക്കിൻ്റെ സ്ത്രീലിംഗം ഡച്ചസ് ആണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ പഠിച്ചു വെച്ചേക്കുക. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽറ്റ്? താഴെ തന്നിരിക്കുന്ന 4 വാക്കുകളിൽ തെറ്റായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. തെറ്റായ സ്പെല്ലിംഗ് ഉള്ള വാക്ക്. ആദ്യത്തത് ഹിലേരിയസ്, ഓപ്ഷൻ എ. ഹിലേരിയസ് എന്ന് പറയുന്ന HILARIOUS, അത് കറക്റ്റാണ്. ഹിലേരിയസ് വളരെ തമാശാജനകമായിട്ടുള്ള, അല്ലേ, വളരെ തമാശയായിട്ടുള്ള കാര്യം. ഹിലേരിയസ് ഒരു എല്ല് തന്നെയാണ് വരുന്നത്. ഓപ്ഷൻ ബിയിലാണെങ്കിൽ HILLARIOUS എന്നാണ് ഹിലേരിയസ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ഈ ഹിലേരിയസ് 2 എല്ലില്ല, ഹിലേരിയസിൽ 1 എല്ലേ ഉള്ളൂ. ഹിലേരിയസിൽ 1 എല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടി. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 2 വാക്കുകൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ഒന്ന് സോവ്ലി ആണ്, ഒന്ന് സ്ക്വാളർ ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സോവ്ലി എന്ന് പറഞ്ഞാൽ സുഗമമായ, സോവ്ലി എന്ന് പറഞ്ഞാൽ സുഗമമായ, സ്ക്വാളർ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കണം, 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കാനാണ്. എ ഡ്രീമി സ്റ്റേറ്റ്, ഒരു ഡ്രീമി ആയിട്ടുള്ള അവസ്ഥ, അല്ലേ, വളരെ സ്വപ്ന തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക് കണ്ടുപിടിക്കുക 4 ഓപ്ഷൻസിൽ നിന്ന്. ഓപ്ഷൻ എ ഡെലിരിയസ്, ബി ഡിക്റ്റം, സി ഡിസ്ഡെയിൻ, ഡി ഡിപ്ലീഷൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എങ്കിലൊന്ന് ഓർത്ത് നോക്കിയേ. ശരിയായിട്ടുള്ള ഉത്തരം ഡെലിരിയസ് ആണ് കേട്ടോ. ഡെലിരിയസ് എന്ന് വെച്ചാൽ വ്യാമോഹം, ആ ഒരു മോഹം കൊണ്ടുള്ള ഒരു അവസ്ഥ. ഒരു ഡ്രീമി സ്റ്റേറ്റിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റ വാക്കാണ് ഡെലിരിയസ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബാക്കി 3 വാക്കുകളും കൂടി നോക്കാം. ഡിക്റ്റം എന്ന് വെച്ചാൽ ഡിക്ലറേഷൻ, നിർദ്ദേശം എന്നൊക്കെ പറയും. ഡിക്റ്റം. ഡിസ്ഡെയിൻ എന്ന് പറഞ്ഞാൽ പുച്ഛം. അടുത്ത ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ശോഷണം. നമുക്കറിയാം ഓസോൺ ലെയർ ഡിപ്ലീഷൻ, അല്ലേ, ഓസോൺ പാളിയുടെ ശോഷണം, അല്ലേ, ഓസോൺ പാളി ശോഷിക്കുക, ഡിപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ 3 വാക്കുകളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ഷീ കാൺഡ് ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ ഇനി അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. അതല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആ സെൻറ്റൻസ് ഫില്ല് ചെയ്യുമ്പോൾ വരുന്നത്. സഹിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ 4 ഫ്രൈസൽ വെർബുകളാണ് തന്നിരിക്കുന്നത്. അതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കുക. പുട്ട് ആണോ, പുട്ട് ഔട്ട് ആണോ, പുട്ടപ്പ് ആണോ, പുട്ടപ്പ് വിത്ത് ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? നിങ്ങൾ പഠിച്ചതാണ് ഫ്രൈസൽ വെർബ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? പുട്ടപ്പ് വിത്ത്, അല്ലേ, പുട്ടപ്പ് വിത്ത് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പുട്ടപ്പ് വിത്ത് ആണ് കേട്ടോ, പുട്ടപ്പ് വിത്ത്. ഷീ കാൺഡ് പുട്ടപ്പ് വിത്ത് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. അവൾക്ക് അവളുടെ ഭർത്താവിനെ ഇനി അങ്ങോട്ട് സഹിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഒത്തുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഫ്രൈസൽ വെർബ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ള പ്രധാനപ്പെട്ട വാക്കുകളും കൂടെ നോക്കാം. ഫ്രൈസൽ വെർബ് കൂടി നോക്കാം. ഇവിടെ പുട്ടോൺ ഉണ്ട്. പുട്ടോൺ എന്ന് വെച്ചാൽ ടു വെയർ, ധരിക്കുക, അല്ലേ. പുട്ടോൺ യുവർ ഷർട്ട് എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഷർട്ട് ധരിക്കുക, ഷർട്ട് എടുത്ത് ഇടുക, അല്ലേ, ധരിക്കുക, പുട്ടോൺ. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ കെടുത്തുക, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക. എന്താണ് പുട്ട് ഔട്ട് ഫയർ എന്ന് പറഞ്ഞാൽ? പുട്ട് ഔട്ട് ദി ഫയർ എന്ന് വെച്ചാൽ എന്താണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക, കെടുത്തുക. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ, അല്ലേ, പുട്ടപ്പ് ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക, റേസ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക. എന്താണ് ഹി പുട്ടപ്പ് എ ഷോ എന്ന് പറഞ്ഞാൽ അവരൊരു ഷോ എന്താണ് പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പുട്ടപ്പിൻ്റെ മീനിങ് അതാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ. പുട്ട് ഓഫ് പോസ്റ്റ്പോൺ ചെയ്യുക, അത് നീട്ടിവെക്കുക, മറ്റൊരു തീയതിയിലേക്ക് മാറ്റുക, മറ്റൊരു സമയത്തേക്ക് മാറ്റുക, പോസ്റ്റ്പോൺ ചെയ്യുക. അടുത്ത പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക, സപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ വെക്കുക എന്ന മീനിങ് ഉണ്ട്. പുട്ട് ഡൗൺ യുവർ ഗൺ എന്ന് പറഞ്ഞാൽ നിന്റെ തോക്ക് താഴെ ഇടുക അല്ലെങ്കിൽ താഴെ ഇടുക എന്ന മീനിങ് ആണ് വരുന്നത്. ഇപ്പോൾ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ്, അടിച്ചമർത്തുക. പുട്ട് ബൈ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ ടു സേവ് മണി, പൈസ
എന്താണ് സേവ് ചെയ്യുക, പൈസ സേവ് ചെയ്യുക, പണം സേവ് ചെയ്യുക, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പണം സേവ് ചെയ്യുക. എന്താണ് പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ ടു സേവ് മണി, ടു സേവ് മണി. ഞാൻ നേരത്തെ ഫ്രൈസൽ വെർബിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പുട്ടിന് ബൈ പറയുക അല്ലേ. ഡെയിലി പുട്ട് കഴിക്കുവാണെങ്കിൽ എന്താണ് പൈസ കുറച്ച് നഷ്ടമാണ്, പുട്ട് പൊടിക്ക് എന്താണ് ദോശമാവിനേക്കാൾ പൈസ കൂടുതലാണ്. അപ്പോൾ ദോശ കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ പുട്ടിന് ബൈ പറഞ്ഞാൽ പൈസ കുറച്ച് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഇത്രയും ഫ്രൈസൽ വെർബും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് വയ്ക്കുക ഇതിനോടൊപ്പം. അടുത്തത്, ഷീ കുഡിൻ ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റാൻസസ്. ഷീ കുഡിൻ ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റാൻസസ്. എന്താ, അവൾക്ക് പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അതല്ലേ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം വരുന്ന ആ സെൻറ്റൻസിൻ്റെ. അപ്പോൾ നമുക്ക് പൊരുത്തപ്പെടാൻ എന്ന വാക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഏതാണ്? അക്സീഡ് എന്ന വാക്കുണ്ട്, അക്സീഡ് അല്ല. അഡോപ്റ്റ് എന്ന വാക്കുണ്ട്, അഡോപ്റ്റ് അല്ല, അഡപ്റ്റ് അല്ല, അഡാപ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. അഡാപ്റ്റ് എന്ന് വെച്ചാൽ പൊരുത്തപ്പെടുക, അഡാപ്റ്റ് ചെയ്യുക അല്ലേ. കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയത്തില്ലേ, അഡാപ്റ്റ് ചെയ്യുക. അവർക്ക് പുതിയ സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ പൊരുത്തപ്പെടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബാക്കി വാക്കുകൾ നോക്കാം. നമ്മൾ പഠിച്ചതാണ് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന ക്ലാസ്സിൽ ഫസ്റ്റ് വാക്കുകളായിട്ട് ഞാൻ തന്നിട്ടുള്ള 3 വാക്കുകളായിരുന്നു അഡോപ്റ്റ്, അഡപ്റ്റ്, അഡപ്റ്റ്. എന്താണ്? OAE, ഒറ്റ ലെറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അഡോപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദത്തെടുക്കുക അല്ലേ. അഡോപ്റ്റ് ചെയ്യുക, ദത്തെടുക്കുക എന്നുള്ള മീനിങ്. മറ്റൊരാളുടെ ഒരു സാധനം എടുക്കുക, അല്ലെങ്കിൽ ദത്തെടുക്കുക അല്ലേ. കുട്ടികളെയൊക്കെ എന്താ, അനാഥരായിട്ടുള്ള കുട്ടികളെ ദത്തെടുക്കുക, അഡോപ്റ്റ്. ചിലപ്പോൾ ഈ ചില കഥകളൊക്കെ, നോവലൊക്കെ എന്താണ്, നോവലിൽ നിന്നൊക്കെ അഡോപ്റ്റ് ചെയ്ത് ചില ഭാഗങ്ങൾ അഡോപ്റ്റ് ചെയ്ത് സിനിമയാക്കാറുണ്ടല്ലോ. അപ്പോൾ അവിടെ അഡോപ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരാളുടെയാണ്, അത് ദത്തെടുക്കുക. അപ്പോൾ അത് തന്നെയാണ് പൊതുവായിട്ടുള്ള മീനിങ്, ദത്തെടുക്കുക. അഡപ്റ്റ് എന്ന് വെച്ചാൽ വെൽ സ്കിൽഡ് ആണ് കേട്ടോ, വെൽ സ്കിൽഡ്, വളരെ സ്കില്ലുള്ള എന്നാണ് അഡപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡപ്റ്റ് സ്കില്ലുള്ളത്. അക്സീഡ് എന്ന് പറഞ്ഞാൽ എഗ്രി ടു എ ഡിമാൻഡ് റിക്വസ്റ്റ് എന്നാണ്, സമ്മതിച്ചു കൊടുക്കുക. അക്സീഡ് എന്ന് വെച്ചാൽ സമ്മതിച്ചു കൊടുക്കുക, സമ്മതം മൂളുക, സമ്മതം. ഓക്കെ, അപ്പോൾ അക്സീഡ് സമ്മതം. അഡപ്റ്റ് ഇ ആണെങ്കിൽ വെൽ സ്കില്ലുള്ള ആൾ. അഡോപ്റ്റ് O ആണെങ്കിൽ എന്താ, ദത്തെടുക്കുക. ഞാൻ അന്നൊരു ട്രിക്ക് പറഞ്ഞായിരുന്നു, O ആണെങ്കിൽ ഓർഫൺ അല്ലെ, O ഫോർ ഓർഫൺ, അനാഥൻ എന്ന, അനാഥരെയാണല്ലോ നമ്മൾ ദത്തെടുക്കുന്നത്. അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം. താഴെ തന്നിരിക്കുന്ന ഈഡിയത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മീനിങ് ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തുക. ഇഡിയം എന്താണ്? എ ഹാർഡ് നട്ട് ടു ക്രാക്ക് അല്ലേ. പൊട്ടിക്കാനായിട്ട്, ക്രാക്ക് ചെയ്യാനായിട്ട് വളരെ എന്താണ് ബുദ്ധിമുട്ടുള്ളൊരു നട്ട്. ഉദാഹരണം, നമ്മളിപ്പോൾ കശുവണ്ടിയൊക്കെ, നമ്മൾ പണ്ട് ഈ കശുവണ്ടി ചുട്ടിട്ട് അത് കല്ല് വെച്ചൊക്കെ എന്താണ് തല്ലി പൊട്ടിച്ചാണ് അകത്ത് എന്താണ് കശുവണ്ടി എടുക്കുന്നത് അല്ലേ, നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ അത് എൻ്റെ ഭയങ്കര കട്ടിയുള്ള ഇതാണെങ്കിലോ, തോടാണെങ്കിലോ, നമുക്ക് എന്താണ് അത് തല്ലി പൊട്ടിക്കാനായിട്ട് അത്ര എളുപ്പമല്ല അല്ലേ, ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമായിട്ടങ്ങ് മാറും. അത് തന്നെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്, എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. ഓക്കെ, എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് വെച്ചാൽ എ ഡിഫിക്കൽട്ട് പ്രോബ്ലം, വളരെ എന്താണ് ഡിഫിക്കൽട്ടായിട്ടുള്ള, കഠിനമായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം. അതെന്താണ്, നമുക്ക് പെട്ടെന്ന് അതിൽ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഡിഫിക്കൽട്ട് പ്രോബ്ലമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. പിന്നെ ഇവിടെ സിമ്പിൾ സൊല്യൂഷൻ ഉണ്ട്, തെറ്റാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം, അത് തെറ്റാണ്. എ ക്രാക്കബിൾ സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെയും ക്രാക്ക് കിടക്കുന്നതുകൊണ്ട് ഇതായിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ വരാം, പക്ഷെ അല്ല. എന്താണ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. അത് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ലിറ്ററൽ മീനിങ് വെച്ച് തന്നെ അത് പഠിച്ചു വെച്ചാൽ മതി. എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്താണ്, പൊട്ടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു നട്ട് എന്ന് വെച്ചാൽ വളരെ എന്താണ് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കഠിനമായിട്ടുള്ളൊരു പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് പെൻസീവ്ലി. പെൻസീവ്ലി എന്ന വാക്കിന് സിമിലർ ആയിട്ടുള്ള അർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നതിൽ. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ പെൻസീവ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കണമല്ലോ. പെൻസീവ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം ചിന്താപൂർവം എന്നാണ്. ചിന്താപൂർവം എന്താണ്, ഒരുപാട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് അല്ലേ, ചിന്തിച്ചുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് എന്താണ് തോട്ട്സ് നിറഞ്ഞ. അപ്പോൾ ചിന്താപൂർവം. അപ്പോൾ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കുകൾ നോക്കാം. ആദ്യത്തെ സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ
അത് ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. സ്പെക്കുലേറ്റീവ് കറക്റ്റാണ്, നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, ചിന്താപൂർവ്വം ഒന്ന് ഉപയോഗിക്കാൻ പറ്റും. റുമിനേറ്റീവ് കറക്റ്റാണ്, റുമിനേറ്റീവ് ശരിയായിട്ടുള്ള ഉത്തരമാണ്. തോട്ട്ഫുള്ള് എന്താ ശരിയാണ്. തോട്ട്ഫുൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താ തോട്ട് ഉണ്ടല്ലേ, ചിന്തിക്കുക, അതും ശരിയാണ്. തോട്ട്ലെസ്സോ ചിന്താരഹിതം, എന്താ ചിന്തയൊന്നുമില്ല, തോട്ട്ലെസ് എന്നാണ്, വലുതായി ചിന്തിക്കുന്നില്ല, അത് തെറ്റാണല്ലേ. അപ്പോൾ ഈ ബാക്കി 3 വാക്കുകളും കറക്റ്റാണ് കേട്ടോ. സ്പെക്കുലേറ്റീവ് കറക്റ്റാണ്, റുമിനേറ്റീവ് കറക്റ്റാണ്, തോട്ട്ഫുൾ ഇതെല്ലാം തന്നെ എന്താണ് ചിന്താ പൂർവ്വം അല്ലെങ്കിൽ ചിന്തിക്കുക, നന്നായിട്ട് ചിന്തിക്കുക എന്നുള്ള വാക്കാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി. 1, 2, 4 1, 2, 4 എന്താണ് കറക്റ്റാണ്. പെൻസീവ്ലി എന്ന വാക്കിൻ്റെ സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന വാക്കുകളാണ്. ഓക്കെ, അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ വേർഡാണ്. ഗീതാഞ്ജലി ഈസ് ദി ഡാഷ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഡാഷ് ആണ് ഗീതാഞ്ജലി അല്ലേ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കൃതിയാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്? ബോണഫൈഡ് ആണോ, മാഗ്നം ഓപ്പസ് ആണോ, ആൽമ മാറ്റർ ആണോ, ആഡ്ഹോക്ക് ആണോ? നമുക്കറിയാം മാഗ്നം ഓപ്പസ് അല്ലേ. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറിൻ വേർഡ്സ് പഠിപ്പിച്ചപ്പോൾ. കാരണം മാഗ്നം ഓപ്പസ് നമ്മളിപ്പോൾ 4, 5, 6 തവണയൊക്കെ PSC എന്താണ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു ഫോറിൻ വേർഡാണ്. മാഗ്നം ഓപ്പസ് എന്ന് ചോദിക്കും, ഓപ്പസ് മാഗ്നം എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് മാഗ്നം ഓപ്പസിൻ്റെ അർത്ഥം? എന്താണ്? എ ഗ്രേറ്റ് വർക്ക് അല്ലേ, വളരെ മഹത്തായ ഒരു സൃഷ്ടി, ഒരു കലാസൃഷ്ടിയാകാം, വളരെ മഹത്തായിട്ടുള്ളൊരു എന്താണ് ഒരു വർക്ക്, ഒരു സൃഷ്ടി, അതിനെയാണ് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗീതാഞ്ജലി ഈസ് ദി മാഗ്നം ഓപ്പസ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ബാക്കി 3 ഓപ്ഷൻസ് കൂടെ ഉണ്ട്, ബോണഫൈഡ്, ആൽമ മാറ്റർ, ആഡ്ഹോക്ക്. ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറിൻ വേർഡ്സിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ 4 വാക്കുകളും ഉണ്ടായിരുന്നു. ബോണഫൈഡ് എന്തായിരുന്നു? ബോണഫൈഡ് എന്ന് വെച്ചാൽ ഗുഡ് ഫെയ്ത്ത് അല്ലേ. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത്, നല്ല ഉദ്ദേശം, നല്ല വിശ്വാസം, ഗുഡ് ഫെയ്ത്ത് അല്ലേ. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോണഫൈഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് മാലഫൈഡ്. ബാഡ് ഫെയ്ത്ത്. മാലഫൈഡ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ബാഡ് ഫെയ്ത്ത് ആണ്. ബോണഫൈഡ് ഗുഡ് ഫെയ്ത്ത്, മാലഫൈഡ് ബാഡ് ഫെയ്ത്ത്. ആൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആൽമ മാറ്റർ എന്താണ്? പൂർവ്വ വിദ്യാലയം. നമ്മൾ ഒരു വ്യക്തി നേരത്തെ പഠിച്ചിരുന്ന സ്കൂളോ കോളേജോ അതിനെയാണ് ആൽമ മാറ്റർ എന്ന് പറയുന്നത്, പൂർവ്വ വിദ്യാലയം. ആഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ആഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ ടെമ്പററി, താൽക്കാലികമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഈ 2 വാക്കുകളും ആഡ്ഹോക്കിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ടെമ്പററി, താൽക്കാലികമായിട്ട്, മറ്റത് എന്താണ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി. ആഡ്ഹോക്ക് അപ്പോയിൻമെൻറ്റ് എന്നൊക്കെ പറയാറില്ലേ, എന്താണ് താൽക്കാലികമായിട്ടുള്ള നിയമനം, അപ്പോയിൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വെച്ചേക്കുക. ഫോറിൻ വേർഡ്സിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ, അപ്പോൾ വിശദമായിട്ട് അത് അറിയാനായിട്ട് പറ്റും. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ് ഈസ് കോൾഡ് ആൻഡ് ഡാഷ്. എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ് ഈസ് കോൾഡ് ആൻഡ് ഡാഷ്. ഓക്കെ, പക്ഷികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പക്ഷികളെ താമസിപ്പിക്കുന്ന സ്ഥലം, പക്ഷികളെ ഇടുന്ന സ്ഥലം, അതിനെന്താ നമ്മൾ പക്ഷിക്കൂടെന്ന് പറയും അല്ലേ. അത് എന്താ വരുന്നത്? നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഇവിടെ നമുക്ക് ആന് വരുന്നതുകൊണ്ട് എന്താ പറയുന്നത്, ബി വെച്ച് തുടങ്ങത്തില്ല അല്ലേ. ബി വെച്ച് തുടങ്ങും, വൊവലാണ്, അപ്പോൾ ബി വെച്ച് തുടങ്ങത്തില്ല. അപ്പോൾ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എങ്കിലും നമുക്ക് ഓരോ ഓപ്ഷൻസ് 1 by 1 ആയിട്ട് നോക്കാം. അക്വേറിയം ആണോ? അല്ല. അക്വേറിയം നമുക്കറിയാം എന്താണ്, മീനുകളെ വളർത്തുന്നതാണ് അല്ലേ. ഏവിയറി കറക്റ്റാണ്, ഏവിയറിയാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. ഏവിയറി നമുക്കറിയാം. ഏവിയേഷൻ അല്ലേ. ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏവിയേഷൻ എന്താണ്? ഈ വിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലേ, പറക്കുന്നത്, ആകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ഏവിയറി പക്ഷികൾ എന്താ? ആകാശത്തൂടെ പറക്കുന്നതാണ് അല്ലേ, പറക്കുന്ന എന്താണ് ജീവജാലങ്ങളാണ്. അപ്പോൾ ഏവിയറി എന്ന് പറഞ്ഞാൽ പക്ഷികളെ താമസിപ്പിക്കുന്ന പക്ഷിക്കൂടിനെയാണ്, അല്ലെങ്കിൽ പക്ഷികളെ വളർത്തുന്ന സ്ഥലം, അതിനെയാണ് ഏവിയറി എന്ന് പറയുന്നത്. ബറോ എന്ന് പറഞ്ഞാൽ മാളം എന്നാണ് അർത്ഥം. ബറോ എന്ന് പറഞ്ഞാൽ മാളം. ഏപ്പിയറിയുടെ മീനിങ് തേനീച്ചക്കൂട്. ഏപ്പിയറി എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂട്. അപ്പോൾ അക്വേറിയം മീൻ വളർത്തുന്നത്, ഏവിയറി പക്ഷികളെ വളർത്തുന്നത്, ബറോ മാളം, ഏപ്പിയറി തേനീച്ചക്കൂട്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ബറോ മാളം, ഏപ്പിയറി തേനീച്ചക്കൂട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ദ ചീഫ് ഗസ്റ്റ് ഡാഷ് ഇൻ ടൈം. ദ ചീഫ് ഗസ്റ്റ് ഡാഷ് ഇൻ ടൈം. എന്താ ദ ചീഫ് ഗസ്റ്റിനെ നമ്മൾ എന്താണ് വിളിക്കുമല്ലേ, പരിപാടിക്ക് ക്ഷണിക്കും. ഡാഷ് ഇൻ ടൈം നമുക്കറിയാം എന്താണ്, കൃത്യസമയത്ത് തന്നെ എത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചീഫ് ഗസ്റ്റ് കൃത്യസമയത്ത് തന്നെ, വിശിഷ്ട വ്യക്തി, അതിഥി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ അങ്ങനെ മീനിങ് വരുന്ന ഫ്രേസൽ വെർബ്, എത്തിച്ചേർന്നു, പ്രത്യക്ഷപ്പെട്ടു എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണല്ലേ. ടേൺഡ് അപ്പ് ആണ് ഓപ്ഷൻ ഡി. ടേൺഡ് അപ്പ്. ടേൺ അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ടു അപ്പിയർ അല്ലേ, ടു അപ്പിയർ, ടു കം, എന്താണ് പ്രത്യക്ഷപ്പെടുക, എത്തിച്ചേരുക. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ദ ചീഫ് ഗസ്റ്റ് ടേൺഡ് അപ്പ് ഇൻ ടൈം, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. ടേൺഡ് ഔട്ട് ഉണ്ട്, ടേൺ ഡൗൺ ഉണ്ട്, കെയിം അക്രോസ് ഉണ്ട്. കെയിം അക്രോസ് ഉണ്ട്, നമുക്ക് നോക്കാം. ടേൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയാം. ദ വർക്ക് ടേൺഡ് ഔട്ട് ടു ബി ഡിഫിക്കൽട്ട്. എന്താണ്, ആ ജോലി എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പാടായിട്ട് തോന്നി, അല്ലെ ജോലി എല്ലാം എങ്ങനെ ചെയ്യണമെന്നൊക്കെ നോക്കി വന്നപ്പോൾ എന്താണ് കഠിനമാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം, അത് ഉദ്ദേശിക്കുന്ന ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ബി നോൺ ഓർ ഡിസ്കവർഡ് ഫൈനലി ആൻഡ് സർപ്രൈസിംഗ്ലി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് മനസ്സിലായി, അല്ലെങ്കിൽ അങ്ങനെയായി, അതിൻ്റെ റിസൾട്ട് അങ്ങനെയായി എന്ന് പറയുന്നത് ടേൺ ഔട്ട്. ഓക്കെ. ടേൺ ഡൗൺ. ടേൺ ഡൗൺ എന്ന് വെച്ചാൽ നിരസ്കരിക്കുക. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ നിരസ്കരിക്കുക. ഹീ ടേൺ ഡൗൺ ദി ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ്റെ ആ ഓഫർ ടേൺ ഡൗൺ ചെയ്തു അല്ലെങ്കിൽ നിരസ്കരിച്ചു. ടു റിജക്റ്റ് ഓർ റെഫ്യൂസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. കം അക്രോസ്, ഇവിടെ കെയിം അക്രോസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കം അക്രോസ് ആണ്, ഇത് പാസ്റ്റിലാണ്. അപ്പോൾ കം അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, കം അക്രോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു മീറ്റ് ഓർ ഫൈൻഡ് സംതിങ് ഓർ സമ്മൺ ബൈ ചാൻസ്. ബൈ ചാൻസിൽ എന്താണ്, യാദൃശ്ചികമായിട്ട് ആരെങ്കിലും കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുക, എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുക, അതിനെയാണ് കം അക്രോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്ക് കണ്ടെത്തുക. സ്പെല്ലിംഗ് കറക്ഷൻ നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടല്ലേ. താഴെ തന്നിരിക്കുന്നതിൽ ഒക്കേഷൻ ആണ് വാക്ക്. ഒക്കേഷൻ അല്ലേ, ഒരു സന്ദർഭം അല്ലേ, ഒരു ഒക്കേഷൻ. OCCASSION ഉണ്ട്, OCCATION ഉണ്ട്, OCASSION ഉണ്ട്, OCCASION. ഇതാണ് കറക്റ്റ്, ഓപ്ഷൻ ഡി അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒക്കേഷൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് OCCASION. ഓക്കെ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്. ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്കിവിടെ ഇപ്പോൾ OC ഒക്കെ സ്റ്റാർട്ടിങ് എല്ലാത്തിലും സെയിം ആണ്, അവസാനം ION എല്ലാത്തിലും ഉണ്ട്. ഇടയ്ക്ക് വരുന്ന ഈ കാസിയോ, CASIO, കാസിയോ എന്ന വാക്ക് ഓർത്തിരിക്കുക. ഒക്കേഷൻ നിങ്ങൾ സ്പെല്ലിങ് ചോദിക്കുകയാണെങ്കിൽ കാസിയോ എന്ന വാക്ക്. കാസിയോ എന്ന വാക്ക് നിങ്ങൾക്കറിയാം, നമുക്ക് വാച്ച് ഉണ്ടല്ലേ, കാസിയോയുടെ വാച്ച് ഉണ്ട്. നിങ്ങളുടെ എന്താ പറയുന്നത്, കാൽക്കുലേറ്ററൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് പ്രോബ്ലം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കാസിയോയുടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ വാക്കൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കാസിയോ എന്ന വാക്കാണ് ഇടയ്ക്ക് വരുന്നത്. OCCASION. അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ വേർഡ് വിച്ച് ഡസ് നോട്ട് മീൻ അമെൻഡ്. അമെൻഡ് എന്ന വാക്ക് അർത്ഥം വരാത്ത വാക്ക് കണ്ടെത്തുക. അമെൻഡ് എന്ന വാക്ക് നമുക്കറിയാം അല്ലേ, ഭേദഗതി. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭേദഗതി, മാറ്റം വരുത്തുക അല്ലേ, ഭേദഗതി അല്ലേ. അമെൻഡ് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക, മാറ്റം വരുത്തുക. അപ്പോൾ ആ മീനിങ് വരാത്ത വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ജോയിൻ ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ. എന്താണ് ജോയിൻ എന്ന് വെച്ചാൽ ചേരുക എന്നല്ലേ, ചേരുക എന്നാണ്. ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിച്ചേരുക. അതൊരിക്കലും എന്താണ് ചേഞ്ച് ചെയ്യുക എന്ന അർത്ഥമായിട്ട് വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എന്താണ് ജോയിൻ, അത് അമെൻഡിൻ്റെ അർത്ഥമായിട്ട് വരത്തില്ല. ബാക്കി ചേഞ്ച് എടുത്താലും മോഡിഫൈ എടുത്താലും ഇംപ്രൂവ് എടുത്താലും ഇതെല്ലാം തന്നെ എന്താണ് അമെൻഡ് എന്ന വാക്കിൻ്റെ മീനിങ് ആയിട്ട് വരും അല്ലേ. ചേഞ്ച് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, മാറ്റം വരുത്തുക, ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, മാറിയാലല്ലേ എന്താണ് ഇംപ്രൂവ് ആവത്തുള്ളൂ. നമ്മൾ അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇംപ്രൂവ് ആവത്തില്ല. അപ്പോൾ ഒരു ചേഞ്ച് വരുത്തണം അല്ലേ. അപ്പോൾ ഇത് മൂന്നും അമെൻഡ് എന്ന വാക്കിന് എന്താണ് പര്യായ പദങ്ങളാണ്. ആ പര്യായമായിട്ട് വരാത്ത വാക്ക് ജോയിൻ ആണ്. ഇനി ഇത് കൂടാതെ തന്നെ കുറച്ച് വാക്കുകളും കൂടെ നമുക്ക് ഉണ്ട് അമെൻഡിൻ്റെ പകരം ഉപയോഗിക്കാൻ പറ്റുന്നത്. റിവൈസ്, അപ്ഡേറ്റ്, റിഫോം, ഓൾട്ടർ, ഇതെല്ലാം തന്നെ എന്താണ് ഈ അമെൻഡുമായിട്ടുള്ള ഈ മാറ്റം എന്ന വാക്കിന് പര്യായമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. റിവൈസ് ചെയ്യുക എന്താണ് മാറ്റുക. സാലറി റിവൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് സാലറി എന്താണ് മാറ്റുക, കുറച്ചുകൂടെ എന്താണ് എന്തെങ്കിലും മാറ്റം വരുത്തുക. അപ്ഡേറ്റ് ചെയ്യുക നമുക്കറിയാം, ഫോണൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അല്ലേ, സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ വരും. റിഫോം, പരിഷ്കരണം.
ഓൾട്ടർ ചെയ്യുക ഷർട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഓൾട്ടർ ചെയ്യത്തില്ലേ, എന്താണ് മാറ്റം വരുത്തത്തില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഈ വാക്കുകളെല്ലാം തന്നെ അമെൻറ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. റിവൈസ്, അപ്ഡേറ്റ്, റിഫോം, ഓൾട്ടർ, മോഡിഫൈ, ചേഞ്ച്, ഇംപ്രൂവ്, ഇതെല്ലാം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ജോയിൻ ആണ് തെറ്റായിട്ടുള്ള വാക്ക് അല്ലെങ്കിൽ ചേരാത്ത വാക്ക്. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. ദ മീനിങ് ഓഫ് ഹാർമണി ഈസ്. ഹാർമണി എന്ന വാക്കിൻ്റെ അർത്ഥം, ഹാർമണി എന്ന് വെച്ചാൽ ഐക്യം കേട്ടോ, ഐക്യം. അപ്പോൾ ഐക്യം, യൂണിറ്റി, ഐക്യം എന്ന വാക്കിന് എന്താണ് അർത്ഥം വരുന്നത്, വാക്കുമായിട്ട് അർത്ഥം വരുന്ന വാക്കുകളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹാപ്പിനെസ് അല്ല, വരത്തില്ല. സന്തോഷം വരത്തില്ല. സാഡ്നെസ്, വിഷമം, അത് വരത്തില്ല. കംപ്ലീറ്റ്, പൂർണ്ണത, അതും വരത്തില്ല. എഗ്രിമെൻറ്റ് വരും അല്ലേ. ഹാർമണി, ഐക്യം അല്ലേ. ഒരു ഐക്യം വരുമ്പോൾ നമ്മൾ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തും അല്ലേ, അങ്ങനെ പഠിച്ചു വയ്ക്കുക. എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഐക്യം ഉണ്ടെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ എത്താനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. രണ്ടുപേരും രണ്ട് ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു എഗ്രിമെൻറ്റിലേക്ക് അല്ലെങ്കിൽ എഗ്രി ചെയ്യത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് എഗ്രിമെൻറ്റിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. എഗ്രിമെൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ദ സിനോണിം ഓഫ് സീസ് ഈസ്. അപ്പോൾ സീസ് എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, രണ്ട് സീസ് ഉണ്ട്, SEI ഉണ്ട്, CEASE ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സീസിൻ്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞു, ക്യാപ്ചർ ചെയ്യുക, പിടിച്ചെടുക്കുക അല്ലേ. ഗോൾഡ് പിടിച്ചെടുക്കുക, കസ്റ്റംസുകാർ ഗോൾഡ് പിടിച്ചെടുത്തു അല്ലേ. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പര്യായ പദം ക്യാച്ച്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ക്യാച്ച്. ബാക്കി ഗീവ് അപ്പ്, റിട്ടേൺ, ലീവ് അതൊന്നുമല്ല, ക്യാച്ച് അല്ലേ. ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് എത്താം, കാരണം നമുക്ക് സീസിൻ്റെ അർത്ഥം പറയാം ക്യാപ്ചർ ചെയ്യുക, പിടിച്ചെടുക്കുക. ക്യാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, പിടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സീസ് ഇവിടെ ഉണ്ട്. ദ ആന്റണിം ഓഫ് സീസ് ഈസ്. നേരത്തെ സീസിൻ്റെ പിടിച്ചെടുക്കുക എന്നതിൻ്റെ പര്യായ പദമാണ് ചോദിച്ചത്. ഇവിടെ ചോദിച്ച ഈ സീസിൻ്റെ വിപരീത പദം ഞാൻ പറഞ്ഞു. CEASE എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ് മീനിങ് അല്ലേ. ടു സ്റ്റോപ്പ് എന്നാണ്, നിർത്തുക എന്നാണ്. അപ്പോൾ അതിൻ്റെ വിപരീതം എന്ന് വെച്ചാൽ എന്താ, നിർത്തുക എന്ന് വെച്ചാൽ തുടങ്ങുക അല്ലേ, തുടങ്ങുക. നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. സ്റ്റോപ്പ് അല്ല, അത് പര്യായമാണ്. ഡിസ്കണ്ടിന്യൂ അതുമല്ല, ക്വിറ്റും അല്ല, ടു ബിഗിൻ, തുടങ്ങുക അല്ലേ, തുടങ്ങുക. സി ഉണ്ട്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമുക്ക് അടുത്തയിലേക്ക് പോകാം. 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. അവളുടെ മുഖത്തെ ആ ഭാവം വളരെ എന്താണ്, ഷോക്കിംഗ് ആയിരുന്നു, പേടിപ്പെടുത്തുന്നതായിരുന്നു. എന്ത് ഭാവമാണ്? പുതിയ കുറച്ച് വാക്കുകളാണ്. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം വിരുലന്റ് ആണ് കേട്ടോ. വിരുലന്റ് ആണ്. ദ വിരുലന്റ് ലുക്ക് ഓൺ ഹെർ ഫേസ് ഈസ് റിയലി ഷോക്കിംഗ്. വിരുലന്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള. വിരുലന്റ് എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള, വളരെ എന്താണ്, പേടിപ്പിക്കുന്ന, മാരകമായിട്ടുള്ള ലുക്ക്, വളരെ ദേഷ്യത്തോടു കൂടിയുള്ള ലുക്ക്, വിരുലന്റ്, അതാണ് അതിൻ്റെ അർത്ഥം. അത് നോക്കി വെച്ചേക്കുക. അടുത്ത വൈബ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ, നല്ല വൈബുള്ള സ്ഥലമാണ്. എന്താ, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ദ മൂഡ് ഓഫ് എ പ്ലേസ്, സിറ്റുവേഷൻ, പേഴ്സൺ, എക്സെട്ര. ഒരു സ്ഥലത്തിൻ്റെ, ഒരു സാഹചര്യത്തിൻ്റെ, ഒരു വ്യക്തിയുടെ മൂഡ് അല്ലേ, നല്ല വൈബ്, ഗുഡ് വൈബ് എന്നുണ്ട്, ബാഡ് വൈബ് എന്ന് പറയും അല്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. അടുത്ത വിസിസിറ്റ്യൂഡ്. നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വിസിസിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വ്യതിചലനം. ഓപ്ഷൻ സി ആയിട്ട് കൊടുക്കുന്ന വിസിസിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വ്യതിചലനം. വിരാഗോ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന വിരാഗോ എന്ന് പറഞ്ഞാൽ എ വയലന്റ് അൺപ്ലസന്റ് വുമൺ ഹൂ ഈസ് ഓഫൺ ആംഗ്രി. വളരെ ദേഷ്യമായിട്ടുള്ള, വളരെ എന്താണ്, അക്രമാസക്തയായിട്ടുള്ള ഒരു യുവതി, ഒരു സ്ത്രീ, അതിനെയാണ് വിരാഗോ എന്ന് പറയുന്നത്. ആ സ്ത്രീയാണ് വിരാഗോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 വാക്കുകൾ പഠിച്ചു അല്ലേ. 4 വാക്കുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുക. 36ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ചോദ്യം? ഹിസ് ഡാഷ് വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദി ട്രെയിൻ അറ്റ് ദി ടൈം ഓഫ് ദി ക്രൈം. അവൻ്റെ ന്യായീകരണം ഇതായിരുന്നു. എന്താ, ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ട്രെയിനിലായിരുന്നു എന്ന ന്യായീകരണമാണ് അവനുള്ളത്. അപ്പോൾ അത് അർത്ഥം വരുന്ന വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അത് അർത്ഥം വരുന്ന വാക്ക് ആലിബി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആലിബി. ഹിസ് ആലിബി വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദി ട്രെയിൻ അറ്റ് ദി ടൈം ഓഫ് ദി ക്രൈം. ആലിബി അതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ന്യായീകരിക്കുക, അതിനെയാണ് അലിബി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ആൻ എക്സ്ക്യൂസ് ഫോർ സംതിങ് ബാഡ് ഓർ ഫെയിലുവർ. എന്താണ്, എന്തെങ്കിലും എന്താണ് ഈ പറഞ്ഞ പോലെ കുറ്റകൃത്യങ്ങൾക്കോ അല്ലെങ്കിൽ ചെയ്ത ഒരു തെറ്റായ ഒരു പ്രവൃത്തിക്ക് എന്താണ് ന്യായീകരിക്കുക, അല്ലെങ്കിൽ അതിനൊരു കാരണം കൊണ്ടുവരിക, അതിനെയാണ് ആലിബി എന്ന് പറയുന്നത്. ആ ഒരു കാരണത്തെയാണ് അല്ലെങ്കിൽ ന്യായീകരണത്തെയാണ് ആലിബി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള വാക്കുകൾ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്, ഫോറിൻ വേർഡ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒന്ന് വൈസ് വേഴ്സ,
അല്ലേ? വൈസ് വേഴ്സ എന്ന വാക്കുണ്ട്, നമുക്കറിയാം. ഇൻ ദി ഓപ്പോസിറ്റ് ഓർഡർ, ഇൻ ദി ഓപ്പോസിറ്റ് ഓർഡർ. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? രാജു ഹേറ്റ്സ് രാമു. രാജു എന്താണ്? രാമുവിനെ എന്താണ്? വെറുക്കുന്നു. ആൻഡ് വൈസ് വേഴ്സ. രാജു ഹേറ്റ്സ് രാമു ആൻഡ് വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ രാജു രാമുവിനെ വെറുക്കുന്നു, ആൻഡ് വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ തിരിച്ചും എന്താ പറയുന്നത്? രാമു രാജുവിനെയും വെറുക്കുന്നു. രാജു ഹേറ്റ്സ് രാമു ആൻഡ് വൈസ് വേഴ്സ. രാജു രാമുവിനെ വെറുക്കുന്നു, തിരിച്ചും രാമു രാജുവിനെയും വെറുക്കുന്നു. അപ്പോൾ ഇൻ ദി ഓപ്പോസിറ്റ് ഓർഡർ. അടുത്ത എർഗോ. എർഗോ എന്ന് വെച്ചാൽ ദെയർഫോർ, അതുകൊണ്ട്, അതിനാൽ, അതുകൊണ്ട്. ദെയർഫോർ എന്ന് ഉപയോഗിക്കാം. ദെയർഫോർ, എർഗോ. എർഗോ എന്ന് വെച്ചാൽ ദെയർഫോർ. അടുത്ത ഇംപ്രോംപ്റ്റ്. ഇംപ്രോംപ്റ്റ്. ഇംപ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി, അപ്രതീക്ഷിതമായി. അല്ല, ഇത് മൂന്നും ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള വാക്കുകളാണ്. ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. വൈസ് വേഴ്സ എന്ന് വെച്ചാൽ തിരിച്ചും, എർഗോ എന്ന് വെച്ചാൽ ദെയർഫോർ, അതിനാൽ, അതുകൊണ്ട്, ആയതിനാൽ. ഇംപ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി, അപ്രതീക്ഷിതമായി, അപ്രതീക്ഷിതമായി. ഓക്കെ. അടുത്ത 37ാമത്തെ ചോദ്യം. ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ. ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ. അവളുടെ ആരോഗ്യം എപ്പോഴും, ഫ്രജൈലിൻ്റെ മീനിങ് എന്താ? ഫ്രജൈലിന് ദുർബലമായിരുന്നു, ദുർബലം. ഫ്രജൈൽ എന്ന് വെച്ചാൽ ദുർബലമായിരുന്നു. അവളുടെ ആരോഗ്യം എപ്പോഴും ദുർബലമായിരുന്നു, അല്ലെങ്കിൽ മോശം അവസ്ഥയിലായിരുന്നു, അല്ലെ? മോശം അവസ്ഥയിലായിരുന്നു. പിക്ക് ഔട്ട് ദി വേർഡ് ദാറ്റ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു ദി അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന് സിമിലർ ആയിട്ടുള്ള, സാമാന്യം അല്ലെങ്കിൽ പര്യായമായിട്ട് വരുന്ന വാക്ക് കണ്ടെത്തുക, മീനിങ് വരുന്ന. അണ്ടർലൈൻ ചെയ്ത വാക്ക് ഫ്രജൈലാണ് കേട്ടോ. ഫ്രജൈലിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടുള്ള. നമുക്ക് നോക്കാം. ഫിക്കിളുണ്ട്, ഫസൈഡുണ്ട്, ഫീബിളുണ്ട്, ഫസീലുണ്ട്. ഫസീലുണ്ട്. ഇവിടെ ഫീബിളാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, ബാക്കി മൂന്നും തെറ്റാണ്. ഫീബിളിൻ്റെ അർത്ഥവും അത് തന്നെയാണ്, ദുർബലമായിട്ടുള്ള, വളരെ ഫീബിളായിട്ടുള്ള വോയിസ് എന്ന് പറയത്തില്ല, നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള, വളരെ എന്താണ്, ശക്തി കുറഞ്ഞ വോയിസ് എന്ന് പറയും. അപ്പോൾ ഫീബിളാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഫ്രജൈലിന് പര്യായ പദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫീബിളാണ്. അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ബാക്കി വാക്കുകൾ നമുക്ക് നോക്കാമല്ലോ. ഫിക്കിൾ, ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന ഫിക്കിൾ. ഫിക്കിൾ എന്ന് വെച്ചാൽ അൺസ്റ്റഡി, അൺസ്റ്റഡി. അൺസ്റ്റഡി എന്ന് വെച്ചാൽ അസന്തുലിതം, എന്താണ്? സ്റ്റഡി അല്ലാത്ത, ഫിക്കിൾ. ഫസൈഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫ് എ ബിൽഡിംഗ്, ഒരു കെട്ടിടത്തിൻ്റെ മുൻഭാഗം, അതിനാണ് ഫസൈഡ് എന്ന് പറയുന്നത്. ഫസൈഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫ് എ ബിൽഡിംഗ്. ഫാസിൽ, ഫാസിൽ എന്ന് പറഞ്ഞാൽ ഈസി, ഈസി, എന്താണ്? ഈസി ആയിട്ടുള്ള, സുഗമമായിട്ടുള്ള, ഫാസിൽ. ഓക്കെ. അടുത്ത നമുക്ക് 38ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹി ഡിഡ്ന്റ് തിങ്ക് ഓഫ് ദി അൺവെൽക്കം കോൺസിക്വൻസ് ഫോർ ഹിസ് അൺവൈസ് ആക്ഷൻ. ഇതാണ് സെൻറ്റൻസ്. ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ സിംഗിൾ വേർഡ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദി അണ്ടർലൈൻ വേർഡ്സ്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഏക വാക്ക് എന്താണ്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അൺവെൽക്കം കോൺസിക്വൻസ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? ഹി ഡിഡ്ന്റ് തിങ്ക് ഓഫ് ദി അൺവെൽക്കം കോൺസിക്വൻസ് ഫോർ ഹിസ് അൺവൈസ് ആക്ഷൻ. എന്താണ്? അവൻ്റെ തെറ്റായിട്ടുള്ള, അൺവൈസ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള പ്രവൃത്തികളുടെ ഫലങ്ങൾ എന്താണ്? പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ അവനൊരിക്കലും എന്താണ്? അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അതാണ് ചോദ്യം അല്ലെങ്കിൽ സെൻറ്റൻസ്. അപ്പോൾ ഈ അൺവെൽക്കം കോൺസിക്വൻസ് എന്ന് പറയുന്ന പ്രതീക്ഷിക്കാത്ത എന്താണ്? കോൺസിക്വൻസ്, പ്രത്യാഘാതങ്ങൾ, അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റാമിഫിക്കേഷൻ. റാമിഫിക്കേഷൻ, ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. റാമിഫിക്കേഷൻ. റാമിഫിക്കേഷനാണ് നമുക്ക് അൺവെൽക്കം കോൺസിക്വൻസ്, എന്താണ്? വെൽക്കം ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത എന്താണ്? പ്രത്യാഘാതങ്ങൾ, മോശമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന റാമിഫിക്കേഷനാണ്, ഓപ്ഷൻ ബി. അപ്പോൾ അങ്ങനെയാണ്. നമുക്ക് ബാക്കി വാക്കുകളും കൂടെ നോക്കാം. റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ് ഒഫീഷ്യൽ. എന്താണ്? ഒരു ഉടമ്പടി ഒഫീഷ്യലാക്കുക, ഒരു എഗ്രിമെൻറ്റ് ഒഫീഷ്യലാക്കുന്ന പ്രക്രിയ, അതിനെയാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. റാമിഫിക്കേഷൻ എന്താ? നമ്മൾ പറഞ്ഞതാണ് ദി പോസിബിൾ റിസൾട്ട്സ് ഓഫ് ആൻ ആക്ഷൻ. എന്താണ്? ഒരു പ്രവൃത്തിക്ക് കാരണം ഉണ്ടാകുന്ന ഫലങ്ങൾ, പ്രത്യാഘാതങ്ങൾ, അതാണ് റാമിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ. റെക്ടിഫൈ ചെയ്യുക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, അല്ലേ? കറക്റ്റ് ചെയ്യുക. അത് തന്നെയാണ് റെക്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ആക്ട് ഓഫ് കറക്റ്റിംഗ് സംതിങ്. എന്തെങ്കിലും എന്താണ്? തിരുത്തുക, കറക്റ്റ് ചെയ്യുക. റീഫിക്കേഷൻ. ശ്രദ്ധിക്കുക, ഇത് റെക്ടിഫിക്കേഷനാണ്, ഇത് റീഫിക്കേഷനാണ് കേട്ടോ. റീഫിക്കേഷൻ, REIFICATION. റീഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് ചേഞ്ചിങ് സംതിങ് അബ്സ്ട്രാക്റ്റ്. എന്തെങ്കിലും എന്താണ്? അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, സാങ്കല്പികമായിട്ടുള്ള എന്താണ്? കാര്യത്തെ എന്താ? മാറ്റുക. എന്താണ്? ഒരു റിയലിസ്റ്റിക് അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെ എന്താണ്? മാറ്റുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റീഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ചേഞ്ച് ചെയ്യുക എന്ന മീനിങ് ആണ്. ഓക്കെ.
അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ, 39th ക്വസ്റ്റ്യൻ. അവർ ടീച്ചർ യൂസ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ വൈൽ ടീച്ചിങ് ഗ്രാമർ. ടീച്ചർ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഒരുപാട് എക്സാമ്പിൾസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യുമായിരുന്നു, എടുത്ത് കാണിക്കുമായിരുന്നു, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുകയായിരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന വാക്ക് നമുക്ക് നോക്കാം. ഇവിടെ സൈറ്റ് ഉണ്ട്, CITE ഉണ്ട്, സൈറ്റ് ഉണ്ട്, SIGST ഉണ്ട്, CIGST ഉണ്ട്, SITE ഉണ്ട്. നമുക്കറിയാം കൺഫ്യൂസിങ് വേർഡ്സിൽ നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെയാണ് ഇതല്ലേ. ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് A ആണ്, ഓപ്ഷൻ A, സൈറ്റ്, CITE എന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യുക, ടു മെൻഷൻ, എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ എന്താണ് അതിനെ എടുത്ത് പറയുക, മെൻഷൻ ചെയ്യുക. അത് അവർ ടീച്ചർ യൂസ് ടു സൈറ്റ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. അപ്പോൾ CITE ആണ് കേട്ടോ. ടു മെൻഷൻ, ടു മെൻഷൻ എന്ന മീനിങ് വരുന്നത് സൈറ്റ് ആണ്. ഇനി SIGST നമുക്കറിയാം, സൈറ്റ് അല്ലേ, കാഴ്ച, അല്ലെങ്കിൽ എന്താണ് കാണുക. സൈറ്റ്, SITE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺസ്ട്രക്ഷൻ സൈറ്റ്, ജോലി സ്ഥലം അല്ലേ, നടക്കുന്ന സ്ഥലം, ജോലി സ്ഥലം. പിന്നെ CIGST അങ്ങനെ ഒരു വാക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല, പക്ഷേ സ്വീറ്റ്, ക്യൂട്ട് എന്നൊക്കെ ഉള്ള മീനിങ് അതിന് വരാറുണ്ട്. അടുത്ത നമുക്ക് 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദി റീസൺസ് ഫോർ ഡാഷ് ദി ക്രൈം ഓഫ് കില്ലിങ് എ ന്യൂ ബോൺ ചൈൽഡ്. അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്? ദ ക്രൈം ഓഫ് കില്ലിങ് എ ന്യൂ ബോൺ ചൈൽഡ് എന്താണ്? നവജാത ശിശു അല്ലേ, ഒരു ശിശുവിനെ, ജനിച്ചൊരു കുട്ടിയെ കൊല്ലുക. അതിന് പറയുന്ന വാക്ക് എന്താണ്? എന്താണ് അതിൻ്റെ വാക്ക്? ഓപ്ഷൻ A ആണ്, ഇൻഫൻറ്റിസൈഡ്. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇൻഫൻ്റ് എന്ന വാക്കുണ്ടല്ലേ ഇവിടെ, ഇൻഫൻ്റ്. ഇൻഫൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ശിശു എന്നാണ് അല്ലേ, ശിശു, നവജാത ശിശു, ശിശുവിനെ കൊല്ലുക. എന്താണ്? ശിശുവിനെ എന്താണ് കൊല്ലുക, ഇൻഫൻറ്റിസൈഡ് അല്ലേ. അപ്പോൾ ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദി റീസൺസ് ഫോർ ഇൻഫൻറ്റിസൈഡ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ പറയുന്നത് നവജാത ശിശുവിനെ കൊല്ലുന്നത് എന്താണ്? ഇമോഷണൽ സ്ട്രെസ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ പിരിമുറുക്കം കാരണമാണ് കൊല്ലുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫൻറ്റിസൈഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള വാക്കുകൾ നോക്കാം. ഇവിടെ ജെനോസൈഡ് ഉണ്ട്, ഫിലിസൈഡ് ഉണ്ട്, മാട്രിസൈഡ് ഉണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് നോക്കാം. ജെനോസൈഡ് എന്ന് പറഞ്ഞാൽ മാസ് കില്ലിംഗ് ഓഫ് എ റേസ്, വംശഹത്യ. ജെനോസൈഡ് എന്ന് പറയുന്നത് വംശഹത്യ, മാസ് കില്ലിംഗ് ഓഫ് എ റേസ്, ഒരു വംശത്തെ എന്താണ് കൊല്ലുക, കൊന്നൊടുക്കുക, ഹിറ്റ്ലർ ചെയ്ത പോലെ അല്ലേ, ജെനോസൈഡ്. ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് വൺസ് സൺ ഓർ ഡോട്ടർ, ഒരാൾ അയാളുടെ മകനെയോ മകളെയോ കൊല്ലുന്നതിനാണ്, സ്വന്തം മകളെയോ മകനെയോ കൊല്ലുന്നതാണ് ഫിലിസൈഡ് എന്ന് പറയുന്നത്. മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ, സ്വന്തം അമ്മയെ കൊല്ലുക, അതിനെയാണ് മാട്രിസൈഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം മദർ അല്ലേ, മദർ അല്ലേ, എം വെച്ചാണ് രണ്ടും ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത പാട്രിസൈഡ് എന്ന് വെച്ചാൽ അച്ഛനെ കൊല്ലുക, കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ഫാദർ, എന്താണ് സ്വന്തം അച്ഛനെ കൊല്ലുക. ഫ്രാട്രിസൈഡ് എന്ന് വെച്ചാൽ സ്വന്തം സഹോദരനെ കൊല്ലുക, കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ. നമുക്കറിയാം ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം അല്ലേ. അപ്പോൾ ഫ്രട്ടേണിറ്റി സാഹോദര്യം. അപ്പോൾ ഫ്രാട്രിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? സഹോദരനെ കൊല്ലുക, സ്വന്തം സഹോദരനെ കൊല്ലുക. അടുത്ത സോറോറിസൈഡ് എന്ന് വെച്ചാൽ കില്ലിംഗ് ഓഫ് വൺസ് ഓൺ സിസ്റ്റർ, സഹോദരിയെ കൊല്ലുക, പെങ്ങളെ കൊല്ലുക, സ്വന്തം പെങ്ങളെ കൊല്ലുക അല്ലേ. ഇപ്പോൾ നമ്മൾ പലയിടത്തും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ടല്ലേ, പുതുമയല്ല ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് പല എന്താണ് കൊലപാതകങ്ങളുടെ പേരുകൾ. ഓക്കെ, അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ? കോളേജ് പ്രിൻസിപ്പൽ ആകാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ക്രൈറ്റീരിയ ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്, ക്രൈറ്റീരിയം ഉണ്ട്. കറക്റ്റ് ഉത്തരം ഏതാണ്? മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രൈറ്റീരിയാസ് അല്ലെ, എസ് ഉണ്ട്, ദണ്ഡങ്ങൾ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ക്രൈറ്റീരിയ ആണ് കേട്ടോ. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഇതാണ് കറക്റ്റ്, ഓപ്ഷൻ B ആണ് കറക്റ്റ്, ക്രൈറ്റീരിയ. ഓക്കെ, ക്രൈറ്റീരിയ. അപ്പോൾ വാട്ട് ആർ ദി ക്രൈറ്റീരിയ ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ? കോളേജ് പ്രിൻസിപ്പൽ ആവാനായിട്ടുള്ള മാനദണ്ഡങ്ങൾ. ക്രൈറ്റീരിയാസ് എന്ന് പറയത്തില്ല, ക്രൈറ്റീരിയ ആണ് കേട്ടോ, ക്രൈറ്റീരിയ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രൈറ്റീരിയ പ്ലൂറൽ ആണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ നമുക്ക് പഠിക്കാം. ക്രൈറ്റീരിയ പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ സിംഗുലർ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ക്രൈറ്റീരിയാസ് എന്ന് പറയരുത്, ക്രൈറ്റീരിയ എന്ന് പറയില്ല, അത് പ്ലൂറലാണ്. അപ്പോൾ അതിൻ്റെ സിംഗുലർ എന്താണ്? അതാണ് ക്രൈറ്റീരിയോൺ. ഇതിൻ്റെ സിംഗുലറാണ്, ഇതിൻ്റെ ഏകവചനമാണ് ക്രൈറ്റീരിയോൺ.
ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ ഇതുപോലെ വരുന്ന മറ്റൊരു വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡേറ്റ. ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റാസ് എന്ന് പറയും അല്ലേ, ഡേറ്റാസ് എന്ന് പറയരുത്. ഡേറ്റ എന്ന് പറയുന്ന പ്ലൂറലാണ്, ഡേറ്റാസ് എന്ന് പറയത്തില്ല. ഡേറ്റയുടെ സിംഗുലർ ഓപ്പോ ഡേറ്റം അല്ലേ, ഡേറ്റം. ഡേറ്റയുടെ സിംഗുലർ ഡേറ്റം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഇഡിയം എ റെഡ് ലെറ്റർ ഡേ മീൻസ്. ഇഡിയംസ് പഠിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഫ്രൈസ് ആയിരുന്നു, ഇഡിയം ആയിരുന്നു ഇത്, ഇഡിയംസിൻ്റെ ക്ലാസ്സിൽ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? റെഡ് ലെറ്റർ ഡേ, ചുവന്ന അക്ഷരത്തിലുള്ള ദിവസം, എ ഹാപ്പി ഡേ അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, എ ഹാപ്പി ഡേ. നമുക്കറിയാം ചുവന്ന അക്ഷരത്തിലുള്ള ദിവസം, കലണ്ടറിലൊക്കെ ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്ന ദിവസം എന്താണ്? ഹോളിഡേ ആയിരിക്കും അല്ലേ, അവധി ദിവസങ്ങളായിരിക്കും, എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ എന്താണ്? ഒരിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആയിരിക്കാം, അവധിയായിരിക്കും. അവധി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? സന്തോഷമുള്ള ദിവസമായിരിക്കാം, കോളേജിൽ പോകണ്ട, ജോലിക്ക് പോകണ്ട അല്ലേ, സന്തോഷമുള്ള ദിവസമായിരിക്കാം. അപ്പോൾ എന്താ? എ ഹാപ്പി ഡേ. അപ്പോൾ അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഞാൻ ആ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ബോറിംഗ് ഡേയും സാഡ് ഡേയും ഡേഞ്ചറസ് ഡേ ഒക്കെ എന്താണ്? ഒഴിവാക്കുക. കാരണം നമുക്ക് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുമ്പോൾ, റെഡ് എന്ന് പറയുമ്പോൾ ഡേഞ്ചറസ് അല്ലേ, ചുവപ്പ് എപ്പോഴും എന്താണ്? അപായ സൂചന തരുന്നതാണ്. അപ്പോൾ ഡേഞ്ചറസ് എന്നൊക്കെ വരും, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എ ഹാപ്പി ഡേ. ഞാൻ പറഞ്ഞ ട്രിക്ക് തന്നെ ഓർത്ത് വെച്ചേക്കുക. ചുവന്ന അക്ഷരത്തിൽ കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന ദിവസങ്ങൾ എന്താണ്? നമുക്ക് സന്തോഷം തരുന്ന ദിവസങ്ങളാണ്, പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്. ഹാപ്പി ഡേ എന്ന ഓപ്ഷനിൽ വരാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ഡേ എന്ന ഓപ്ഷനിൽ വരാറുണ്ട്, മെമ്മറബിൾ ഡേ എന്ന ഓപ്ഷനിൽ വരാറുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡു യു കോൾ എ പേഴ്സൺ ഹു നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ? മദ്യപിക്കാത്ത ആളെ എന്ത് വിളിക്കും? പെട്ടെന്ന് പഠിച്ചു വയ്ക്കുക. മദ്യപിക്കാത്ത ആളെ വിളിക്കുന്നതാണ് ടീ ടോട്ടലർ. ടീ ടോട്ടലർ, ടീ ടോട്ടലർ. നോൺ സ്മോക്കർ, വലിക്കാത്തത് വെജിറ്റേറിയൻ അറിയാം, പ്യൂറിസ്റ്റ് എന്താണ്? ശുദ്ധൻ എന്താണ്? എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, അതൊന്നുമല്ല, ടീ ടോളറാണ് കേട്ടോ, ടീ ടോളറാണ്. അടുത്ത, ഗിവ് ദ ആന്റണിം ഓഫ് ദി വേർഡ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി എന്ന് വെച്ചാൽ ബാധ്യത. ബാധ്യതയുടെ ആന്റണിം. ആന്റണിം എന്ന് വെച്ചാൽ വിപരീത പദം, ഓപ്പോസിറ്റ് വേർഡ്. അപ്പോൾ ബാധ്യതയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സമ്പാദ്യം അല്ലേ, സമ്പത്തായിരിക്കും അല്ലേ, സമ്പാദ്യം. അപ്പോൾ സമ്പത്ത് എന്താണ്? അസറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ബി. അക്സെപ്റ്റ് എന്ന് വെച്ചാൽ സ്വീകരിക്കാതെ, തെറ്റാണ്. അസെന്റ് തെറ്റാണ്, എക്സ്റ്റെൻഡ് തെറ്റാണ്, ഇതെല്ലാം തെറ്റാണ്. അസറ്റ് ആണ് കേട്ടോ, സമ്പാദ്യം, സമ്പത്ത്. ബാധ്യതയുടെ ഓപ്പോസിറ്റ് സമ്പാദ്യം, സമ്പത്ത്. ഓക്കെ, അസറ്റ് ആണ് കേട്ടോ. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബിൽഡ് കാസിൽസ് ഇൻ ദി എയർ. ബിൽഡ് കാസിൽസ് ഇൻ ദി എയർ എന്താണ്? മനക്കോട്ട കെട്ടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്താണ്? ബിൽഡ് കാസിൽസ് ഇൻ ദി എയർ എന്ന് പറഞ്ഞാൽ വായുവിൽ, അന്തരീക്ഷത്തിൽ കോട്ട കെട്ടുക. കാസിൽ എന്ന് വെച്ചാൽ കോട്ട, കോട്ടകൾ കെട്ടുക അല്ലേ, കൊട്ടാരങ്ങൾ കെട്ടുക. നമ്മൾ മനക്കോട്ട കെട്ടുക. അന്തരീക്ഷത്തിൽ എന്താണ് കൊട്ടാരങ്ങൾ കെട്ടുക എന്ന് വെച്ചാൽ നടക്കാത്തൊരു കാര്യത്തെപ്പറ്റി എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അത് ആ ഇഡിയമിന് അർത്ഥം വരുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫ്രേസ് കണ്ടുപിടിക്കുക. ബിൽഡ് പാലസസ് ഓഫ് ലൈറ്റ് മെറ്റീരിയൽ, തെറ്റാണ് അല്ലേ. കട്ടി കുറഞ്ഞ മെറ്റീരിയൽ വെച്ച് കൊട്ടാരം ഉണ്ടാക്കുക, തെറ്റാണ്. മേക്ക് ഫൂളിഷ് കാൽക്കുലേഷൻസ്, അതുണ്ട്, അത് ഏകദേശം ശരിയാണ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മേക്ക് ഫണ്ണി റിമാർക്സ്, എന്താണ്? പരാമർശങ്ങൾ, തമാശയായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുക, അതും തെറ്റാണ്. ബിൽഡ് എക്സ്പെൻസീവ് ബിൽഡിങ്സ്, അതും തെറ്റാണ്. അപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും ബി ആണ് എന്താണ് ഓപ്ഷനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. മേക്സ് ഫൂളിഷ് കാൽക്കുലേഷൻസ്, തെറ്റായിട്ടുള്ള, വളരെ ഫൂളിഷ് ആയിട്ടുള്ള വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുക. അത് തന്നെയാണ് ഇതിൻ്റെ എന്താണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മീനിങ്, മനക്കോട്ട കെട്ടുക എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, നടക്കാത്ത കാര്യങ്ങൾ. അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ട് സ്പെല്ല് ചെയ്തിരിക്കുന്ന വാക്ക് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ട് സ്പെല്ലിംഗ് ഉള്ള വാക്ക് 4 വാക്കുകളുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇൻഡസ്ട്രിയസ് എന്ന വാക്കാണ്. INDIDUSTRIOUS, ഇൻഡസ്ട്രീസ് എന്ന ഈ വാക്കാണ് കറക്റ്റായിട്ട് സ്പെല്ല് ചെയ്തിരിക്കുന്നത്. ബാക്കി ഈ ഇൻഡസ്ട്രീസും ഇൻഡസ്ട്രസും ഇൻഡൻട്രീസും അതൊക്കെ എന്താണ്, ട്രീസും ഒക്കെ എന്താണ്, തെറ്റാണ്. ഇൻഡസ്ട്രീസ് ഇതാണ്, ഇൻഡസ്ട്രിയസ് അതാണ് കറക്റ്റ്. എന്ന് വെച്ചാൽ വളരെ എന്താണ് കഠിനാധ്വാനമായ, അല്ലെങ്കിൽ കഠിനമായിട്ട് അധ്വാനിക്കുന്ന, എന്താണ് വളരെ എന്താണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന, ശീലനായ, അതാണ് ഇൻഡസ്ട്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇൻഡസ്ട്രി എന്ന വാക്കറിയാം അല്ലേ. ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ എന്താണ്? വ്യവസായശാല അല്ലേ. അപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്താണ് വളരെ കഷ്ടപ്പെട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്, കഠിനമായിട്ട് അധ്വാനിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ മീനിങ് കണക്ട് ചെയ്ത് പഠിക്കുക. ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ എന്താണ്? അധ്വാനശീലരായ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇൻഡസ്ട്രീസ് എന്ന വാക്കിൻ്റെ സ്പെല്ലിങ് ഇതാണ്, ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നതാണ്.
അടുത്ത മറ്റൊരു ഇഡിയമാണ് ഞാൻ പഠിപ്പിച്ച ഇഡിയം തന്നെയാണ്. എന്താണത്? ദ ഇഡിയം എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ മീൻസ്. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ മീൻസ്. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ മീൻസ്. പഠിച്ചത് വെച്ച് നിങ്ങൾ നോക്കിയേ, ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? എ ഫ്ലാഷ് ഓഫ് ലൈറ്റിംഗ്, ആൻ ഇലക്ട്രിക് ഷോക്ക്, എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ഓർ ന്യൂസ്, എ ബാഡ് ഓമൻ. ഏതാ വരുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ പഠിച്ചു വയ്ക്കാനായിട്ട് നമുക്കറിയാം, ഈ നട്ടും ബോൾട്ടും ഉണ്ടല്ലേ, നട്ടും ബോൾട്ട്. അപ്പോൾ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്നാണ്. ബ്ലൂ എന്ന് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എന്താണ് ഉപമിക്കുന്നത്? ആകാശത്തെയാണ് അല്ലേ, ബ്ലൂ സ്കൈ, ആകാശം. അപ്പോൾ ആകാശത്തു നിന്നൊരു ബോൾട്ട് ഒന്ന് വീണു, തലയിൽ വീണു. ആകാശത്തു നിന്നൊരു ബോൾട്ട് ഒന്ന് തലയിൽ വീണ് കഴിഞ്ഞാൽ എന്താണ്? അത് എപ്പോഴും നടക്കുന്നൊരു കാര്യമാണോ? അല്ലേ, അപ്രതീക്ഷിതമായിട്ട് കാര്യമാണ്. വല്ല വേറെ എന്തെങ്കിലും ഒരു തേങ്ങയോ മടലോ എന്തെങ്കിലും വന്ന് വീഴുവാണെങ്കിൽ നമുക്ക് പറയാം, അത് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ബോൾട്ട് വന്ന് വീഴുമെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ്? അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ഓർ ന്യൂസ്. വളരെ പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വാർത്ത, അതിനെയാണ് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറയുന്നത്. എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. നമ്മളിപ്പോൾ ബോൾട്ട് എന്ന് കേൾക്കുമ്പോൾ തണ്ടർ ബോൾട്ട് അല്ലേ, ഇടിമിന്നൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്, മിന്നലിൻ്റെ പെട്ടെന്ന് മിന്നൽ ഫ്ലാഷ് അല്ലേ, മിന്നലിൻ്റെ വെളിച്ചം എന്ന് വിചാരിക്കരുത്, തെറ്റാണ്. ആൻ ഇലക്ട്രിക് ഷോക്ക്, തെറ്റാണ്. എ ബാഡ് ഓമൻ എന്ന് വെച്ചാൽ എന്താണ്? ശകുനം അല്ലേ, ഒരു ദുശകുനം. അതുമല്ല. എന്താണ്? പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുള്ള ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരു സംഭവമോ, അതാണ് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ. ദി ആംഗ്രി പാസഞ്ചേഴ്സ് ഹെൽഡ് അപ്പ് ദി ബസ്. ഹെൽഡ് അപ്പ് എന്ന് പറയുന്നൊരു ഫ്രേസൽ വെർബ് ഉണ്ട് അല്ലേ, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ മീനിങ് ഓഫ് ദി ഫ്രേസൽ വെർബ് ഹെൽഡ് അപ്പ് ഈസ്. നമുക്ക് ആ ഹെൽഡ് അപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് ഓപ്ഷനിൽ നിന്ന്. ദ ആംഗ്രി പാസഞ്ചേഴ്സ് ഹെൽഡ് അപ്പ് ദി ബസ്. എന്താണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നമ്മളിപ്പോൾ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് വളരെ രോഷാകുലരായിട്ടുള്ള പാസഞ്ചേഴ്സ്, യാത്രക്കാർ ബസ് തടഞ്ഞു വെച്ചു, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അർത്ഥം വരുന്ന ഏതാണ് ഓപ്ഷൻ? ഓൾ ദി പാസഞ്ചേഴ്സ് ക്യാരിഡ് ദ ബസ് ബൈ ഫോഴ്സ്. എല്ലാ പാസഞ്ചേഴ്സും ബസ്സിനെ തള്ളിക്കൊണ്ടുപോയി. അല്ല, തെറ്റാണ്. ആംഗ്രി പാസഞ്ചേഴ്സ് ഗോട്ട് ഡൗൺ ഫ്രം ദി ബസ്. രോഷാകുലരായിട്ടുള്ള യാത്രക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങി, തെറ്റ്. ആംഗ്രി പാസഞ്ചേഴ്സ് ത്രൂ സ്റ്റോൺസ് അറ്റ് ദി ബസ്, അതും തെറ്റ്. ആംഗ്രി പാസഞ്ചേഴ്സ് സ്റ്റോപ്പ് ദി ബസ് ബൈ ത്രെഡ്സ്. രോഷാകുലരായിട്ടുള്ള യാത്രക്കാർ ബസ്സിനെ തടഞ്ഞു നിർത്തി, ഭീഷണിപ്പെടുത്തി തടഞ്ഞു നിർത്തി. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇപ്പോൾ ഹെൽഡ് അപ്പിൻ്റെ മീനിങ് എന്താണ്? തടഞ്ഞു നിർത്തുക. ഹോൾഡ് അപ്പ് എന്ന് പറയത്തില്ലേ, ഹെൽഡ് അപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ തടഞ്ഞു നിർത്തുക, പിടിച്ചു നിർത്തുക എന്ന മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോൾഡ് എന്ന വാക്കിൽ വരുന്ന നമുക്ക് കുറച്ച് ഫ്രൈസൽ വെർബുകൾ നോക്കാം. അല്ലെങ്കിൽ ഹോൾഡ് എന്ന വെർബിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രൈസൽ വെർബ് ഇതിൻ്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്ത് പഠിക്കാം. ഒന്ന് ഹോൾഡ് അപ്പ്. ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് ഡിലേ ഓർ ബ്ലോക്ക് ദ മൂവ്മെൻറ്റ് ഓർ പ്രോഗ്രസ് ഓഫ് സമ്മൺ ഓർ സംതിങ്. എന്തിൻ്റെയെങ്കിലും നമ്മളിപ്പോൾ ബസ് നിർത്തിയെന്ന് പറഞ്ഞില്ലേ, അതിനെ ഡിലേ ചെയ്യുക അല്ലേ, യാത്ര ഡിലേ ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. ദ മൂവ്മെൻറ്റ് ഓർ പ്രോഗ്രസ്, അതിൻ്റെ മുമ്പോട്ടുള്ള മൂവ്മെൻറ്റോ അല്ലെങ്കിൽ പ്രോഗ്രസ്സോ പുരോഗതി എന്തെങ്കിലും തടഞ്ഞു വെക്കുക, ബ്ലോക്ക് ചെയ്യുക, ഹോൾഡ് അപ്പ് അല്ലേ. അടുത്തത് ഹോൾഡ് ഓൺ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യാൻ പറയും അല്ലേ, ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് മറ്റാർക്കെങ്കിലും കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിനിടയ്ക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയും. ഹോൾഡ് ഓൺ എന്നാണ് പൂർണ്ണമായിട്ട് ഇത് പറയുന്നത്. ടു വെയിറ്റ് ഫോർ സം ടൈം, കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക, ഹോൾഡ് ഓൺ അല്ലേ, നമ്മൾ ഹോൾഡ് ചെയ്യാന്ന് പറയും. അടുത്ത ഹോൾഡ് ഓവർ എന്ന് വെച്ചാൽ ടു ഡിലേ ഓർ പോസ്റ്റ്പോൺ. കുറച്ച് ഡിലേ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക, നീട്ടി വയ്ക്കുക. നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഈ ഹോൾഡ് വെച്ച് വരുന്ന മിക്കവാറും ഉള്ള എല്ലാ ഫ്രേസൽ വെർബിൻ്റെയും മീനിങ് ഏകദേശം സമാനമായിരിക്കും. ഡിലേ ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക, പിടിച്ചു വയ്ക്കുക, പിടിച്ചു നിർത്തുക, തടഞ്ഞു വെക്കുക എന്നുള്ള മീനിങ് ആയിരിക്കും മൊത്തത്തിൽ വരുന്നത്. ഈ ഹോൾഡ് അപ്പ് ആണെങ്കിലും ഹോൾഡ് ഓൺ ആണെങ്കിലും ഹോൾഡ് ഓവർ, ഹോൾഡ് ഓഫ്, അതും ടു വെയിറ്റ് ബിഫോർ ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴും ഡിലേ ആവുകയാണ് അല്ലേ, മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അത് ഉപയോഗിക്കുകയാണ്, ഡിലേ ആവുകയാണ്. ഹോൾഡ് ബാക്ക്, ടു പ്രിവെൻറ്റ് ഫ്രം പ്രോഗ്രസിങ്, മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ട്രൂപ്പിനെയൊക്കെ യുദ്ധത്തിനിടയ്ക്ക് ഹോൾഡ് ബാക്ക് ചെയ്യുക അല്ലേ, തിരിച്ചു വരാനായിട്ട് പറയും, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാനായിട്ട് പറയും, മുമ്പോട്ട് പോകാതിരിക്കാൻ പറയും. ഹോൾഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ അവിടെ ഡിലേ ആവുകയാണ്, മുന്നോട്ട് പോകുന്നത് തടഞ്ഞു അല്ലെങ്കിൽ തിരികെ വരികയാണ്. അപ്പോൾ ഈ ഹോൾഡ് അപ്പ്, ഹോൾഡ് ഓൺ, ഹോൾഡ് ഓവർ, ഹോൾഡ് ഓഫ്, ഹോൾഡ് ബാക്ക് ഇതെല്ലാം തന്നെ ഏകദേശം സമാനമായിട്ടുള്ള മീനിങ്ങുകളാണ് തരുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള ആ സാഹചര്യങ്ങൾ അനുസരിച്ച്, സെൻറ്റൻസുകൾ അനുസരിച്ച് അത് ഉപയോഗിക്കുക. ഇനി ഹോൾഡ് ഔട്ട് എന്ന വാക്കുണ്ട്, അതിൻ്റെ
മീനിങ് ടു കണ്ടിന്യൂ ടു ഡിഫെൻഡ്. ടു കണ്ടിന്യൂ ടു ഡിഫെൻഡ് എന്താണ്? പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. ഹോൾഡ് ഔട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രേസൽ വെർബിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും, നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള എളുപ്പമുണ്ട്. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലൊന്ന് കണക്ട് ചെയ്ത് ഇത്രയും വാക്കുകളും കൂടെ പറഞ്ഞേ ഉള്ളൂ, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ദ സിനണിം ഓഫ് മസ്റ്റർ ഈസ്. മസ്റ്റർ എന്ന വാക്കിൻ്റെ പര്യായ പദം മസ്റ്റർ. മസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ശേഖരിക്കുക എന്നാണ് കേട്ടോ, ശേഖരിക്കുക. അതിന് പര്യായ പദമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഡിസ്പേഴ്സ്. ഡിസ്പേഴ്സ് തെറ്റാണ്, കാരണം ഡിസ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചിഹ്നിച്ചിതറുക, അല്ലെങ്കിൽ എന്താണ്? പിരിച്ചു വിടുക, അല്ലേ? പിരിച്ചു വിടുക, ഡിസ്പേഴ്സ് ചെയ്യുക, അല്ലെ വേർപെടുത്തുക, വേർപിരിക്കുക. ഗ്യാദർ കറക്റ്റാണ് അല്ലേ? ഗ്യാദർ എന്ന് വെച്ചാൽ എന്താണ്? ഒരുമിപ്പിക്കുക, അല്ലേ? ഗ്യാദർ ചെയ്യുക, ശേഖരിക്കുക, ഒരുമിച്ച് കൂട്ടമാക്കുക, ഗ്യാദർ ചെയ്യുക. അതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. മസ്റ്ററിൻ്റെ എന്താണ്? സിനണിം, പര്യായ പദം ഗ്യാദർ ആണ്. പ്രോസ്പെറസ് നമുക്കറിയാം, സമൃദ്ധി, അത് തെറ്റാണ്. മസ്റ്റാർഡ് സീഡ്, കടുകുമണി, അല്ലേ? മസ്റ്റാർഡ് സീഡ്, കടുകുമണി, അതും തെറ്റാണ്. ഇവിടെ നമുക്ക് കുഴപ്പിക്കുന്ന കാര്യം വെച്ചാൽ ഇവിടെ മസ്റ്റർ എന്ന് കാണുമ്പോൾ നമ്മൾ എന്താണ്? മസ്റ്റാർഡ് സീഡിലേക്ക് നമ്മുടെ കണ്ണ് പോവും, പക്ഷെ പോകരുത്. എന്താണ്? അത് കടുകുമണിയാണ്. മസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശേഖരിക്കുക എന്നാണ്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാക്ക് ഗ്യാദർ, അതാണ് കേട്ടോ, ഗ്യാദർ. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, എ പ്ലേസ് വെയർ വൈൽഡ് ആനിമൽസ് ലിവ്. വന്യജീവികൾ താമസിക്കുന്ന സ്ഥലം. വന്യജീവികൾ താമസിക്കുന്ന സ്ഥലം, നമ്മളത് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? കാട് എന്ന് മനസ്സിൽ വരും അല്ലേ? പക്ഷെ നമുക്ക് ഓപ്ഷൻസിൽ കാടുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വാക്ക് കണ്ടെത്തണം ഓപ്ഷനിൽ നിന്ന്. നെസ്റ്റ് ഉണ്ട്. നെസ്റ്റ് നമുക്കറിയാം എന്താണ്? കിളിക്കൂട് അല്ലേ? കൂടാണ്, പക്ഷികളുടെയൊക്കെ കൂടാണ് നെസ്റ്റ്, അപ്പോൾ അതല്ല. ലെയർ. ലെയർ എന്ന വാക്ക് നമ്മളധികം കേട്ടില്ലാത്ത വാക്കാണ്, അതാണ് കറക്റ്റ്. ലെയർ ആണ് കേട്ടോ, ലെയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. എന്താണ് ലെയറിൻ്റെ അർത്ഥം? എന്താണ് അപ്പോൾ ലെയറിൻ്റെ അർത്ഥം? ഗുഹ എന്നാണ് ലെയറിൻ്റെ അർത്ഥം. ഗുഹ എന്നാണ്, നമ്മൾ കേവ് എന്ന് പറയുമല്ലേ, അപ്പോൾ അതുപോലെ ഗുഹ എന്നാണ് ലെയറിൻ്റെ അർത്ഥം. ഇനി ലയറോ? ലയർ എന്ന് വെച്ചാൽ നുണയനാണല്ലേ, നുണയൻ, കള്ളം പറയുന്നവൻ. ലയർ, അത് തെറ്റാണ്. കെനൽ എന്താണ്? കെന്നൽ എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. കെനലിൻ്റെ മീനിങ് പട്ടിക്കൂട്, നായ്ക്കളിടുന്ന കൂട്, അതിനെയാണ് കെനൽ എന്ന് പറയുന്നത്. അപ്പം നെസ്റ്റ് അല്ല, കെന്നലല്ല, ലയർ അല്ല, ഈ ലെയറാണ്, LAIR ആണ്. ഗുഹ അങ്ങനെ താവളങ്ങൾ പാർക്കുന്ന വന്യജീവികൾ, എന്താണ്? വന്യമൃഗങ്ങൾ പാർക്കുന്ന സ്ഥലം. നമ്മൾ നേരത്തെ മാളം പഠിച്ചു അല്ലേ? മാളം എന്താണ്? ബൊറോ, BURROW, ബൊറോ. അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ, ദി ആന്റണിം ഓഫ് ഇമ്പൾസീവ് ഈസ്. ഇമ്പൾസീവ് എന്ന വാക്കിൻ്റെ വിപരീത പദം ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസീവ് എന്ന വാക്ക് എന്താണ്? ഇമ്പൾസീവ് പെട്ടെന്ന് എന്താണ്? റെസ്പോണ്ട് ചെയ്യുന്നത്, പെട്ടെന്ന് എന്താണ്? പ്രതികരിക്കുക, പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, പെട്ടെന്ന് എന്തെങ്കിലും പറയുക. അപ്പോൾ അങ്ങനെ ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന് പറയുന്നത്, അവൻ ഭയങ്കര ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ്? പ്രതികരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടും. അപ്പോൾ അതാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, അല്ലേ? വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, ജാഗ്രതയോടുകൂടി. അപ്പോൾ ഇമ്പൾസീവിൻ്റെ ഓപ്പോസിറ്റ് ജാഗ്രത എന്നാണ്. അപ്പോൾ ജാഗ്രത എന്ന വാക്ക് മീനിങ് വരുന്ന വാക്ക് നമുക്ക് നോക്കണ്ടേ? അതേതാണ്? സ്മാർട്ടാണോ? അല്ല. സെൻസിറ്റീവ് ആണോ? അല്ല. സെൻസിറ്റീവ് എന്താണ്? സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണെന്ന് പറയത്തില്ലേ? പെട്ടെന്ന് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരുന്നത്. ബ്രില്യൻ്റ് അല്ല. കോഷ്യസ് അതാണ് കറക്റ്റ് അല്ലേ? ജാഗ്രത, കോഷ്യസ്. അപ്പോൾ ഇമ്പൾസീവിൻ്റെ ഓപ്പോസിറ്റ് ജാഗ്രത, കോഷ്യസ് ആണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് റോഡൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ കോഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ? ബോർഡിനകത്ത് കോഷൻ എന്ന് അപായ സൂചനയൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താണ്? ജാഗ്രത പാലിക്കുക. അപ്പോൾ കോഷ്യസ് എന്ന് വെച്ചാൽ ജാഗ്രത പാലിക്കുക എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസീവിൻ്റെ ഓപ്പോസിറ്റ് ആന്റണിം കോഷ്യസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത 52ാമത്തെ ക്വസ്റ്റ്യൻ, വൺ വേർഡ് ഫോർ ദി സ്റ്റേറ്റ് ഓഫ് ബീങ് അൺമാരീഡ്. എന്താ പറയുന്നത്? അവിവാഹിതനായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവിവാഹിതയായിട്ടിരിക്കുന്ന അവസ്ഥ എന്താണ് പറയുന്നത്? കല്യാണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ, കല്യാണം കഴിക്കാത്ത ആൾ, അതിന് എന്താ പറയുന്നത്? കല്യാണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ. മാരിയോളജി ഉണ്ട്, സെലിബസി ഉണ്ട്, സ്പിൻസ്റ്റർ ഉണ്ട്, ഫിയാൻസെ ഉണ്ട്. കല്യാണം കഴിക്കാത്ത ആളിനെ പറയുന്നതാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയെ പറയുന്നതാണ് സെലിബസി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെലിബസി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം നോക്കാം. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ
മാരിയോളജി എന്ന് പറഞ്ഞാൽ തിയോളജിക്കൽ സ്റ്റഡി ഓഫ് മേരി ദ മദർ ഓഫ് ജീസസ്. നമുക്ക് അൺമാരീഡ് അല്ലേ, മാരി ചെയ്യാന്ന് വെച്ചാൽ കല്യാണം കഴിക്കുക. അപ്പോൾ മാരിയോളജി എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഓക്കെ കല്യാണം കഴിക്കുന്ന അവസ്ഥ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻ തന്നെ മാരിയോളജി നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. മാരിയോളജി എന്ന് വെച്ചാൽ മേരിയെ പറ്റിയുള്ള പഠനം. ഏതാണ് യേശുവിൻ്റെ അമ്മ മേരിയെ പറ്റി ഉള്ള പഠനത്തെയാണ് അല്ലെങ്കിൽ ആ തിയോളജിക്കലായിട്ടുള്ള സ്റ്റഡിയെയാണ് മാരിയോളജി എന്ന് പറയുന്നത്. സ്പിൻസ്റ്റർ ആണ് ആൻ അൺമാരീഡ് വുമൺ. എന്താണ്? അവിവാഹിത, വിവാഹം കഴിക്കാത്ത സ്ത്രീ കേട്ടോ. വിവാഹം കഴിക്കാത്ത പുരുഷനെന്നല്ല, വിവാഹം കഴിക്കാത്ത സ്ത്രീ, സ്പിൻസ്റ്റർ. ഫിയാൻസെ നമ്മൾ പറയുന്നൊരു വാക്കാണ് അല്ലേ. ഫിയാൻസെ എന്ന് പറഞ്ഞാൽ എ വുമൺ ടു ഹൂം സംവൺ ഈസ് എൻഗേജ് ടു ബി മാരീഡ്. എന്താണ്? പ്രതിശ്രുത വധു, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ, പ്രതിശ്രുത വധു. ഫിയാൻസെ ഇവിടെ പൊതുവേ നമ്മളിപ്പോൾ ഈ ഫിയാൻസെ സ്ത്രീലിംഗമായിട്ടാണ്, ഫെമിനിൻ ജെൻഡറായിട്ടാണ് പറയുന്നത്. ഈ ഒരു ഇ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് FIANCE മാത്രമാണെങ്കിൽ അത് പുല്ലിംഗമായിട്ട് പറയും, അതായത് പ്രതിശ്രുത വരൻ കേട്ടോ. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാറുണ്ട്. ഫിയാൻസയിൽ ഒരു ഇ ആണെങ്കിൽ പ്രതിശ്രുത വരൻ, 2 ഇ ആണെങ്കിൽ പ്രതിശ്രുത വധു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? കല്യാണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ സെലിബസിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത വീണ്ടും നമുക്ക് ഇഡിയം വന്നിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഡിയമാണ്, കാരണം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഇഡിയമാണ് ഇത്. ദ ഇഡിയം ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. പൂച്ചയെ ബാഗിൻ്റെ പുറത്ത് വിടുക. മീൻസ് ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. എന്താ പറയുന്നത്? പൂച്ചയെ ബാഗിൽ നിന്നെടുത്ത് പുറത്ത് ഇടുക, അല്ലെങ്കിൽ പുറത്ത് വിടുക. അപ്പോൾ ഞാനന്ന് ഇഡിയംസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ ട്രിക്ക് പറഞ്ഞായിരുന്നു. പൂച്ചയെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ രഹസ്യ സ്വഭാവമുള്ള, പമ്മി നമ്മൾ അറിയത്തില്ല, എവിടെയെങ്കിലുമൊക്കെ വന്നതെന്ന് അറിയത്തില്ല, വളരെ രഹസ്യ സ്വഭാവമുള്ളൊരു ജീവിയാണ്, ഒരു മൃഗമാണ്. അപ്പോൾ അതിനെ പുറത്ത് വിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രഹസ്യം പുറത്ത് വിടുക. അത് തന്നെയാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. ഇതിൻ്റെ മീനിങ് അത് തന്നെയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ നോക്കാം. ഡു തിങ്സ് കെയർഫുള്ളി ആൻഡ് റെഗുലർലി. സ്ഥിരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക, തെറ്റ്. ഗെറ്റ് വൺ സെൽഫ് ഇൻ ടു ട്രബിൾ. പ്രശ്നത്തിൽ പെടുക, തെറ്റ്. ടു മേക്ക് സംതിങ് പബ്ലിക്, അതാണ് കറക്റ്റ് അല്ലേ. രഹസ്യം പുറത്തുവിടുക എന്ന് വെച്ചാൽ എന്തെങ്കിലും എന്താണ്? ഒരു രഹസ്യം റിവീൽ ചെയ്യുക, പബ്ലിക് ആക്കുക, അതാണ് കറക്റ്റ്. നോട്ട് റീസ്റ്റാർട്ട് എ ഡിബേറ്റ്, ഒരു തർക്കം വീണ്ടും തുടങ്ങാതിരിക്കുക, വാഗ്വാദം, അതുമല്ല. എന്താണ്? ടു മേക്ക് സംതിങ് പബ്ലിക്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ദ സിനോണിം ഓഫ് ദി വേർഡ് ബെയ്റ്റ്. ബെയ്റ്റ് എന്ന വാക്കിൻ്റെ സിനോണിം. ബെയ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബെയ്റ്റ് എന്ന് വെച്ചാൽ ഇര അല്ലേ. ഇര, നമ്മളിപ്പോൾ കെണി ഒരുക്കുക എന്നൊക്കെ പറയത്തില്ല, ഇരയെ വെക്കുക അല്ലെങ്കിൽ ഇര, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കെണി ഒരുക്കുക അല്ലെങ്കിൽ ആകർഷിക്കുക, പ്രലോഭിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. നമ്മളിപ്പോൾ ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയുമല്ലോ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയും. നമ്മളിപ്പോൾ ഓരോ ചില വീഡിയോയുടെയൊക്കെ തമ്മിൽ കാണുമ്പോൾ തന്നെ നമ്മൾ എന്താണ്? ക്ലിക്ക് ചെയ്യും. പക്ഷേ ക്ലിക്ക് ചെയ്ത് അത് കാണുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിനകത്ത് പറയുന്നത്, അതുമായിട്ട് ബന്ധമില്ലാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ളൊരു ബെയ്റ്റാണ്, ഒരു കെണി വയ്ക്കുകയാണ്, ഒരു ഇരയാണ് അല്ലേ ക്ലിക്ക് ബെയ്റ്റ്. അപ്പോൾ അതിന് പര്യായമായിട്ട് വരുന്ന വാക്ക്, ആ വാക്ക് അല്ലൂർ ആണ് കേട്ടോ. അല്ലൂർ, ഓപ്ഷൻ എ ആണ്, അല്ലൂർ. അതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. എന്താണ്? പ്രലോഭിപ്പിക്കുക അല്ലെങ്കിൽ ആകർഷിക്കുക എന്ന വാക്ക് വരുന്നത് അല്ലൂറാണ്, അതിന് പര്യായമായിട്ട് വരുന്നത്. പിന്നെ അച്ചീവ് ഉണ്ട്, നമുക്കറിയാം, നേടുക, അതല്ല. അഡ്മിറ്റ്, നമുക്കറിയാം, സമ്മതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കടത്തി വിടുക, അതല്ല. ആർഡൻറ്റ്, അതുമല്ല. ആർഡൻറ്റ് മീനിങ് പാഷനേറ്റ്, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം, അതാണ് ആർഡൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നുമല്ല. അല്ലൂർ, ALLURE, അല്ലൂർ ആണ് ശരിയായിട്ടുള്ള സിനോണിം ബെയ്റ്റിൻ്റെ. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കിനി 10 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് വേർഡിൻ്റെ സംയുക്ത പദത്തിൻ്റെ എക്സാമ്പിൾ. കോമ്പൗണ്ട് വേർഡ് നമുക്കറിയാം, 2 അല്ലെങ്കിൽ ഒന്നിലധികം അർത്ഥമുള്ള വാക്കുകൾ ചേർന്ന് രൂപപ്പെടുന്ന വാക്കിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. അർത്ഥമുള്ള വാക്കുകൾ ചേർന്ന് രൂപപ്പെടുന്ന വാക്ക്. നമുക്ക് ഒപ്റ്റിമിസ്റ്റ് അല്ല, കൗൺസിലർ അല്ല, ജനറൽ അല്ല, റെയിൽ റോഡ് അല്ലേ. റെയിൽ റോഡ് എന്ന വാക്കെടുത്ത് കഴിഞ്ഞാൽ റെയിൽ എന്ന വാക്ക് നമുക്കറിയാം, റോഡ് എന്ന വാക്കറിയാം, 2 അർത്ഥമുള്ള വാക്കാണ്, അത് ചേർന്നുണ്ടായ വാക്കാണ് റെയിൽ റോഡ്. റെയിൽ പാത, അതാണ് കറക്റ്റ് അല്ലേ. റെയിൽ റോഡ്, അതാണ് കറക്റ്റ്. ഒപ്റ്റിമിസ്റ്റിൻ്റെ അർത്ഥം എന്താ? ശുഭാപ്തി വിശ്വാസി അല്ലേ. ശുഭാപ്തി വിശ്വാസി, നല്ല ശുഭ പ്രതീക്ഷയുള്ള ആൾ, അതാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി വാക്കുകൾ നിങ്ങൾക്ക് അറിയാം.
അടുത്ത നമുക്ക് 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വി വെയർ സർപ്രൈസ്ഡ് ബൈ ഹിസ് ടെമറിറ്റി. വി വെയർ സർപ്രൈസ്ഡ് ബൈ ഹിസ് ടെമറിറ്റി. ഞങ്ങൾ അവൻ്റെ ടെമറിറ്റിയിൽ സർപ്രൈസ്ഡ് ആയി, ആശ്ചര്യപ്പെട്ടു അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയി. സെലക്ട് ദ വേർഡ് വിച്ച് ഹാസ് ദ സെയിം മീനിങ് ആസ് ദി വൺ അണ്ടർലൈൻ. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന് സമാനമായിട്ടുള്ള വാക്ക് കണ്ടെത്തുക. ടെമറിറ്റിക്ക് സമാനമായിട്ടുള്ള വാക്ക് റാഷ്നസ് ആണ് കേട്ടോ. റാഷ്നസ് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ടെമറിറ്റി എന്ന വാക്ക് എന്താണ്? ടെമറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ സ്മാർട്ട്നെസ്, ഓവറായിട്ട് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, സ്മാർട്ട്നെസ് കാണിക്കുക, അതൊക്കെയാണ് ടെമറിറ്റിയുടെ മീനിങ്. അപ്പോൾ അതിന് സമാനമായിട്ട് മീനിങ് വരുന്നത് റാഷ്നസ് ആണ്. അടുത്ത 63ാമത്തെ ക്വസ്റ്റ്യൻ: ജോൺ ഈസ് എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് വിമൻ. സ്ത്രീകളെ ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് ജോൺ. ചൂസ് ദ വൺ വേർഡ് ഇക്വലന്റ് ടു ദി അണ്ടർലൈൻഡ് പാർട്ട്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള വൺ വേർഡ്, ഒറ്റ പദം കണ്ടുപിടിക്കുക, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് പേഴ്സൺ ഹൂ ഹേറ്റ്സ് വിമൻ, സ്ത്രീകളെ ഇഷ്ടമില്ലാത്ത, സ്ത്രീ വിരുദ്ധൻ എന്ന ആ വാക്ക് വരുന്ന ഏതാണ്? ഫിലോജിനിസ്റ്റ്, ഗൈനഫിൽ, മിസാൻഡ്രസ്റ്റ്, നൺ ഓഫ് ദീസ്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ആണോ? നിങ്ങൾക്കറിയാവുന്ന വാക്കാണോ? അല്ല, മൂന്നുമല്ല. നൺ ഓഫ് ദിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്ക് ആ വാക്ക് ഏതാണെന്ന് അറിയണ്ടേ? ആ വാക്ക്, അതായത് സ്ത്രീകളെ ഇഷ്ടമില്ലാത്ത വ്യക്തി, മിസോജിനിസ്റ്റ് എന്നാണ് ആ വ്യക്തിയെ പറയുന്നത്. മിസോജിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഹേറ്റ്സ് വിമൺ, സ്ത്രീകളെ വെറുക്കുന്ന, ഇഷ്ടമില്ലാത്ത, സ്ത്രീ വിരുദ്ധൻ വ്യക്തി. അപ്പോൾ മിസാൻഡ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് മെൻ, പുരുഷന്മാരെ ഇഷ്ടമില്ലാത്ത വ്യക്തി. അപ്പോൾ മിസോജിനിസ്റ്റ് എന്ന് വെച്ചാൽ സ്ത്രീകളെ ഇഷ്ടമില്ലാത്ത വ്യക്തി, മിസാൻഡ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ഇഷ്ടമില്ലാത്ത വ്യക്തി. അടുത്ത ഫിലോജിനിസ്റ്റ്, ഓപ്ഷൻ എയിൽ കിടക്കുന്ന ഫിലോജിനിസ്റ്റ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹൂ ലൈക്സ് വിമൺ, സ്ത്രീകളോട് ഒരുപാട് ഇഷ്ടമുള്ള സ്ത്രീകളോട് താല്പര്യം കാണിക്കുന്ന വ്യക്തി, ഫിലോജിനിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് വാക്കുകളും കൂടെ പഠിച്ചു വയ്ക്കുക. സ്ത്രീകളെ ഇഷ്ടമില്ലാത്ത വ്യക്തി മിസോജിനിസ്റ്റ് ആണ് കേട്ടോ. മിസോജിനിസ്റ്റ് ആണ് സ്ത്രീകളെ ഇഷ്ടമില്ലാത്ത വ്യക്തി. അടുത്ത 64ാമത്തെ ചോദ്യം: സെലക്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്സ്. താഴെ തന്നിരിക്കുന്നതിൽ രണ്ട് വാക്കുകളുണ്ട്, കഡാവർ ഉണ്ട്, സൂപ്പറിൻറ്റൻഡൻറ്റ്, രണ്ട് വാക്കുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് സ്പെല്ല് ചെയ്തിരിക്കുന്നത്? എ മാത്രമാണോ? എ ഓൺലി, ബി മാത്രമാണോ? രണ്ടും ഉണ്ടോ? നെയ്തറാണോ? നിങ്ങൾ നോക്കിയേ, കഡാവർ, CADAVER. കഡാവർ എന്ന് വെച്ചാൽ എന്താണ്? ശവശരീരം അല്ലേ? ശവശരീരം, ഡെഡ് ബോഡി, ശവശരീരം. അപ്പോൾ കഡാവർ, CADAVER, അത് കറക്റ്റാണ് കേട്ടോ, അത് കറക്റ്റാണ്. അടുത്ത സൂപ്പറിൻറ്റൻഡൻറ്റ് അല്ലേ? SP, സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് എന്ന് പറയുമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൂപ്പറിൻറ്റൻഡൻറ്റ് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല, സൂപ്പറിൻറ്റൻഡൻറ്റ്. സൂപ്പർ രണ്ട് വാക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. സൂപ്പർ ഉണ്ട്, സൂപ്പറിൻറ്റൻഡൻറ്റ്. അപ്പോൾ സൂപ്പറിൻറ്റൻഡൻറ്റ്. അപ്പോൾ രണ്ട് വാക്കും കറക്റ്റാണ് കേട്ടോ, സ്പെല്ലിംഗ് കറക്റ്റാണ്. അപ്പോൾ ബോത്ത്, ഓപ്ഷൻ സി ആണ് ബോത്ത്. രണ്ട് വാക്കുകളിലെ സ്പെല്ലിംഗ് കറക്റ്റാണ്. കഡാവറും കറക്റ്റാണ്, സൂപ്പറിൻറ്റൻഡൻറ്റും കറക്റ്റാണ്. ഓക്കെ, അടുത്ത അവസാനത്തെ ചോദ്യം, 65ാമത്തെ ചോദ്യത്തിലേക്ക് എത്തി. അഫ്ലുവൻറ്റ് പേഷ്യൻസ് ഗോ ടു ദിസ് ഹോസ്പിറ്റൽ. അഫ്ലുവൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ്, രോഗികൾ ഈ ഹോസ്പിറ്റലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ പോകും. ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ടു ദി അണ്ടർലൈൻ ചെയ്ത വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് അഫ്ലുവൻ്റ് എന്ന് പറയുന്ന വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അഫ്ലുവൻ്റ് എന്ന വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്ക്. അഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്പന്നത. സമ്പന്നരായിട്ടുള്ള രോഗികൾ ഈ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ദരിദ്രൻ അല്ലെങ്കിൽ പാവപ്പെട്ടവർ, പുവർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പുവർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഇൻ്റലിജൻ്റ് അല്ല, സ്റ്റുപ്പിഡ് അല്ല, നൺ ഓഫ് ദീസ് അല്ല, പുവർ. അപ്പോൾ അഫ്ലുവൻറ്റിൻ്റെ ഓപ്പോസിറ്റ്, വിപരീത പദം, ഓപ്പോസിറ്റ് വേർഡ്, ആൻറ്റണിം എന്ന് പറയുന്നത് പുവർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ 65 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. 2021 മുതൽ 23 വരെ, ഈ 3 വർഷ കാലയളവിൽ PSC വിവിധ തരം പരീക്ഷകളിലായിട്ട് ചോദിച്ച 65 ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കുക. റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ക്ലാസ്സിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനൽ മൈമിൻ്റർ PSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഇപ്പോൾ നമുക്ക് പരീക്ഷ അടുത്ത് വരികയാണ്. CPOയുടെ പരീക്ഷ ഇപ്പോൾ ഇങ്ങെത്തി, അതുപോലെ LDC LPUP ഒക്കെ ഉണ്ട്.
അത് നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ ഇനി ഇടുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.